നമസ്കാരം. 2005 ഒരു മാർച്ച് മാസം ചൈനയിലെ ഹെബേ പ്രോവിൻസിൽ ഒരു ചെറുപ്പക്കാരന് ചുറ്റും ഒരുപാട് സുഹൃത്തുക്കൾ വളഞ്ഞു നിൽക്കുകയാണ്. ശരിക്കും അവനെ എല്ലാവരും ആശംസകൾ കൊണ്ട് പൊതിയുകയാണ്. അതിന്റെ കാരണം അവന് പിറന്ന ഇരട്ട കുട്ടികളാണ്. ചൈനയിൽ നമ്മൾ രണ്ട് നമുക്കൊന്ന് എന്നുള്ള പ്രഖ്യാപിതമായ നയം നിലനിൽക്കുന്ന സമയമാണ്. ഒരു കുട്ടി മാത്രമേ ആളുകൾക്ക് അനുവദനീയമായിട്ടുള്ളൂ. അപ്പോഴാണ് അയാൾക്ക് ഇരട്ട കുട്ടികൾ പിറന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇരട്ട കുട്ടികൾ പിറക്കുന്നവർക്ക് മാത്രമാണ് ചൈനയിൽ രണ്ട് കുട്ടികളെ വളർത്താനുള്ള അനുവാദം ആ കാലഘട്ടത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ അവന്റെ ആ ഗ്രാമത്തിലുള്ള ആളുകളൊക്കെ അവന്റെ വീട്ടിലേക്ക് വരികയും അവനെ സമ്മാനങ്ങൾ കൊണ്ട് മൂടുകയും ചെയ്തിരിക്കുകയാണ്. ദ ലക്കി മാൻ, അങ്ങനെയാണ് ആ ചെറുപ്പക്കാരൻ ആ നിമിഷം മുതൽ അറിയപ്പെട്ടു തുടങ്ങിയത്. അവന്റെ പേര് റെൻ സിയോഫിൻ എന്നാണ്. റെന്നിന്റെ അച്ഛൻ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അറിയപ്പെടുന്ന ഒരു മെമ്പറാണ്. അദ്ദേഹത്തിന്റെ സ്വാധീനത്തിന്റെ ഫലമായിട്ട് സമീപത്തുള്ള ഒരു അഗ്രികൾച്ചർ ബാങ്കിൽ റെന്നിന് ഒരു ജോലിയുണ്ട്. റെന്ന് മെട്രിക്കുലേഷൻ ഘട്ടം എത്തിയപ്പോൾ അത് കഴിഞ്ഞാൽ റെന്നിനെ പഠിപ്പിക്കണ്ട എന്നായിരുന്നു റെന്നിന്റെ അമ്മയും വീട്ടിലെ മറ്റാളുകളൊക്കെ പറഞ്ഞത്. അവര് അത്ര പണമുള്ള കുടുംബമല്ല. മൂത്ത മകനായ റെൻ ജോലിക്ക് പോകേണ്ടതിന്റെ ആവശ്യം ആ അമ്മ എടുത്തു പറഞ്ഞെങ്കിലും അച്ഛൻ സമ്മതിച്ചില്ല. അച്ഛൻ എന്ത് വില കൊടുത്തും മകനെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് റെന്നിന് തുടർന്ന് പഠിക്കാനുള്ള അവസരം കിട്ടിയത്. പഠിത്തം കഴിഞ്ഞിറങ്ങി അവൻ പല സ്ഥലത്തും ജോലി അന്വേഷിച്ചെങ്കിലും ജോലിയൊന്നും കിട്ടാതെ വന്നപ്പോഴാണ് റെന്നിന്റെ പിതാവ് പാർട്ടിയിൽ സ്വാധീനിച്ച് മകന് ഒരു ബാങ്കിൽ ജോലി വാങ്ങിച്ചു കൊടുക്കുന്നത്. അത് പ്രധാനമായും കർഷകർക്ക് വേണ്ടിയുള്ള ബാങ്കാണ്. എന്നാലും മറ്റു ആളുകൾക്ക് അവിടെ അക്കൗണ്ട് ഉണ്ട്. വളരെ സജീവമായ ഒരു ബാങ്കാണ്. ആ ബാങ്കിൽ അങ്ങനെ വർക്ക് ചെയ്യുമ്പോഴാണ് റെന്നിയുടെ വിവാഹം നടക്കുന്നതും അവന് രണ്ട് കുട്ടികൾ പിറക്കുന്നതും. രണ്ട് കുട്ടികൾ പിറന്നപ്പോൾ റെന്നിനും ശരിക്കും സന്തോഷമായി. പക്ഷെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും അങ്ങോട്ട് കടന്നു പോകുമ്പോഴാണ് അവൻ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത്. ഈ രണ്ട് കുട്ടികളെയും വളർത്താനുള്ള പണം അവന് ശമ്പളമായി ലഭിക്കുന്നില്ല. അവന് ജോലി കിട്ടിയിട്ട് ഏകദേശം ഒരു 7 കൊല്ലമാവും. ഒരു പ്രൊമോഷനുള്ള സമയമായി. പക്ഷെ പ്രൊമോഷൻ അവനോട് കിട്ടുന്നുമില്ല. അവൻ മാനേജറെ കണ്ട് കാര്യം പറഞ്ഞു. കാര്യം കേട്ടതും മാനേജർ പറഞ്ഞു, നിനക്ക് പ്രൊമോഷൻ ഒന്നുള്ള അർഹതയില്ല, അതിനുള്ള വിദ്യാഭ്യാസമൊന്നും നിനക്കില്ല. വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിലല്ല പലർക്കും അവിടെ പ്രൊമോഷൻ കിട്ടിയിരിക്കുന്നത്. പക്ഷെ ആ മാനേജർ ഏതാണ്ട് കടപിടുത്തം പോലെ അങ്ങനെ പറഞ്ഞപ്പോൾ അവന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറി. അവന്റെ ബുദ്ധിമുട്ട് ദിവസങ്ങൾ കഴിയുന്നതോറും കൂടിക്കൂടി വരികയാണ്. ഇപ്പോ അവന്റെ കുട്ടികൾക്ക് 2 വയസ്സിലേറെ പ്രായമായി. കുട്ടികൾക്ക് ചെലവ് കൂടി വരികയാണ്. എങ്ങനെയും വരുമാനം കൂട്ടിയേ പറ്റൂ. ശമ്പളം കൊണ്ട് കൂടുന്നുമില്ല. അവന് എങ്ങനെയും പണം ഉണ്ടാക്കണം. എങ്ങനെ പണം ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ച് അവൻ അവന്റെ കൂട്ടുകാരോടൊക്കെ സംസാരിക്കുമ്പോൾ കൂട്ടുകാർ അവനോട് ഗാംബ്ലിങ്ങിനെ കുറിച്ച് സൂചിപ്പിച്ചു. ചൈനയിൽ പല സ്ഥലത്തും ക്ലബ്ബുകളൊക്കെ ഉണ്ട്. റിക്രിയേഷൻ ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ടാണ് ആ ക്ലബ്ബുകളൊക്കെ പ്രവർത്തിക്കുന്നത്. ആ ക്ലബ്ബുകളുടെ മറയിൽ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ചീട്ട് കളിക്കുന്നുണ്ട്. പണം വെച്ച് ചീട്ട് കളിക്കുന്ന ആളുകൾ അവിടെയും ഇഷ്ടം പോലെ ഉണ്ട്. ആ റമ്മി ക്ലബ്ബിലെങ്ങാനും ചെന്ന് അംഗമായാൽ കളിച്ച് പണം ഉണ്ടാക്കാമെന്ന് സുഹൃത്തുക്കൾ അവനെ ഉപദേശിച്ചു. പക്ഷെ അവിടെ ഈ ചീട്ട് കളിക്കുമ്പോൾ ഒരു കുഴപ്പം കൂടിയുണ്ട്. പോലീസ് എപ്പോൾ വേണമെങ്കിലും കടന്നു വന്ന് പൊക്കാനുള്ള സാധ്യതയുണ്ട്. പോലീസ് പൊക്കാതെ കളിക്കാൻ പറ്റുന്ന ഏക സ്ഥലം മക്കാവു ആണ്. ചൈനയുടെ തന്നെ അധീനതയിലുള്ള ഒരു ദ്വീപാണ്. അവിടെ പോയി വേണമെങ്കിൽ കളിക്കാം. പക്ഷെ അത് നല്ല ദൂരമുണ്ട്. അവിടെ പോയി കളിക്കുന്ന ഒരുപാട് ആളുകൾ റെന്നിന്റെ ആ ഗ്രാമത്തിലും ഉണ്ട്. ചൈനയിലെമ്പാടും അത്തരത്തിലുള്ള ഒരു പ്രവണതയുണ്ട്. കുറച്ച് പണം സമ്പാദിക്കുമ്പോൾ ആളുകൾ നേരെ മക്കാവുവിലേക്ക് വെച്ച് പിടിക്കും. ഹോങ്കോങ്ങിന് സമീപത്താണ് മക്കാവു. മക്കാവിൽ പോയി അടിച്ചു പൊളിച്ച് വിവിധ ശൈലിയുള്ള ഗാംബ്ലിംഗ് ആക്ടിവിറ്റീസിന്റെ ഭാഗമാകുക എന്നുള്ളത് ചൈനക്കാരുടെ ഒരു സ്വപ്നമാണ്. അത് ഈ റെന്നിനും ഉണ്ട്. പക്ഷേ അവിടേക്ക് പോകണമെങ്കിൽ ആദ്യം കാശ് വേണ്ടേ? അതാണ് ഇപ്പോൾ റെന്റെ കയ്യിൽ ഇല്ലാത്തത്. ഒരു കാശുമില്ലാതെ ഗാംബ്ലിംഗ് നടത്താൻ പറ്റില്ല. ആ ധാരണ അയാളുടെ മനസ്സിൽ ഉറച്ചു നിൽക്കുമ്പോൾ അയാൾ മറ്റൊരു കാഴ്ച കണ്ടു. അത് ലോട്ടറി വിൽക്കുന്ന കടകളിലാണ് കണ്ടത്. നമ്പർ ചുരണ്ടി വിജയം പ്രഖ്യാപിക്കുന്ന ടൈപ്പിലുള്ള ലോട്ടറിയാണ്. നമുക്ക് ഇഷ്ടംപോലെ ലോട്ടറി വാങ്ങിക്കാം. ചുരണ്ടി നോക്കുമ്പോൾ അന്നത്തെ നമ്പറാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ മുടക്കുന്ന തുകയുടെ 50 ഇരട്ടി 100 ഇരട്ടി കിട്ടുന്ന ആ സൂപ്പർ ലോട്ടോ, കേരളത്തെ പിടിച്ചു കുലുക്കിയ ആ സൂപ്പർ ലോട്ടോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. കേരളത്തിലും ഇന്ത്യയിലും വൻ വിജയം നേടിയ ആ സൂപ്പർ ലോട്ടോയുടെ ശരിക്കും വലിയ പതിപ്പുകൾ ചൈനയിൽ ഇഷ്ടംപോലെ ഉണ്ട്. ആ സൂപ്പർ ലോട്ടോയ്ക്കും ഒരു പ്രശ്നമുണ്ട്. പണം കൊടുത്താലേ ലോട്ടറി ടിക്കറ്റ് കിട്ടൂ. ഇവിടെ ഒരു മാസത്തെ ചെലവിനുള്ള പണം പോലും ശമ്പളമായി കിട്ടാതെ വിഷമിച്ച് നിൽക്കുന്ന റെന്നിനെ സംബന്ധിച്ചിടത്തോളം ലോട്ടറി എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ലോട്ടറി എടുത്താൽ അടിച്ചാൽ അവൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറുകയും ചെയ്യും. ഓരോ ദിവസവും ചെറിയ ജാക്ക്പോട്ടുകളുണ്ട്.
ആ ജാക്ക്പോട്ടുകളുടെ അവസാനം 7ാം ദിവസം ഒരു സൂപ്പർ ജാക്ക്പോട്ട് ഉണ്ട്. ആ സൂപ്പർ ജാക്ക്പോട്ട് അടിച്ചാൽ ശരിക്കും കോടീശ്വരനാകാം. അതോടുകൂടി അവനൊരു വലിയ സംഭവമായി മാറും. അത് അവരെ മാത്രമല്ല സകല ആളുകളെയും മോഹിപ്പിക്കുന്ന കാര്യമാണ്. നമ്മൾ 90കളുടെ തുടക്കത്തിൽ കേരളത്തിൽ എല്ലാ മുക്കിലും മൂലയിലും അത് കണ്ടതാണ്. നൂറുകണക്കിന് ആളുകൾ സൂപ്പർ ലോട്ടോ കടകളുടെ മുന്നിൽ തടിച്ചുകൂടി നിൽക്കുന്ന ആ മനോഹരമായ ദൃശ്യം. ടിക്കറ്റ് എടുക്കുന്നു, അവിടെ അങ്ങനെ കാത്തു നിൽക്കുന്നു. അപ്പോഴാണ് ആ ടിക്കറ്റ് നമ്പർ തെളിയുന്നത്. ചിലർക്ക് സന്തോഷം, ചിലർക്ക് സങ്കടം. അവർ പിറ്റേന്ന് വീണ്ടും വരുന്നു. അങ്ങനെ പോകുമ്പോഴായിരിക്കും ഒരാഴ്ചയാകുമ്പോൾ ഈ ലോട്ടറി തുക കൂടുന്നത്. 5 കോടിയും 10 കോടിയൊക്കെയായി ലോട്ടറി തുക കൂടുന്ന ആ സമയത്ത് അത് അടിക്കുന്ന ആളെ കുറിച്ച് അറിയാനായി കേരളത്തിലെ മുഴുവൻ ആളുകളും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ കാലഘട്ടം. ശരിക്കും കേരളത്തിലെ ഗവൺമെന്റ് ലോട്ടറിയെ അടിമുടി പൊളിച്ചു കളഞ്ഞ ആ സൂപ്പർ ലോട്ടറി, ആ പതിപ്പാണ് ചൈനയിൽ ഈ പറഞ്ഞ പ്രാവശ്യയിൽ സജീവമായി നിൽക്കുന്നത്. ആ ലോട്ടറി എടുക്കാനുള്ള ഒരു ആഗ്രഹം, അതിൽ ചെന്ന് പങ്കെടുക്കാനുള്ള ഒരു ത്വര റെന്നിനുണ്ട്. പക്ഷെ റെന്നിന്റെ കയ്യിൽ പൈസ ഇല്ല. പണമുണ്ടെങ്കിൽ ലോട്ടറി എടുക്കാം, ലോട്ടറി എടുത്ത് അടിക്കും. അക്കാര്യത്തിൽ റെന്നിന് സംശയമൊന്നുമില്ല. റെൻ അത് മനസ്സിൽ കുറിച്ചതും അവൻ മാനേജറെ പോയി കണ്ടു. മാനേജർ ക്യാബിനിൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് മാനേജർ അടുത്തെത്തിയ റെൻ അവന്റെ മനസ്സിലുള്ള കാര്യം മാനേജറോട് പറഞ്ഞു. സർ, എല്ലാ മാസവും അവസാന ദിവസമല്ലേ ഇവിടെ ഓഡിറ്റ് നടക്കത്തുള്ളൂ. അത്രയും ദിവസം നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ പണം ഇരിക്കല്ലേ, നമുക്ക് അതിൽ നിന്ന് കുറച്ച് പണം എടുത്ത് സൂപ്പർ ലോട്ടറി എടുത്താലോ? ഹേ റെൻ, നീ എന്താണ് പറയുന്നത്? ബാങ്കിലെ പണം എടുത്ത് ലോട്ടറി വാങ്ങാനോ? സാർ, ഞാൻ പറയുന്നത് കേൾക്ക്. ഈ ലോട്ടറിക്ക് ഒരു രീതിയുണ്ട്. നമ്മള് ഒരു നിശ്ചിത അളവിൽ ലോട്ടറി എടുക്കണം. നിശ്ചിത അളവ് എന്ന് പറയുമ്പോൾ നീ എത്ര ഉദ്ദേശിക്കുന്നത്? സാർ, 1 ലക്ഷം യുവാൻ നമുക്ക് മുടക്കാൻ പറ്റിയാൽ അത്രയും ലോട്ടറി ഒന്നിച്ച് വാങ്ങിക്കാം. അത്രയും ലോട്ടറി ഒന്നിച്ച് വാങ്ങിച്ചാൽ ഉറപ്പായും അതിനകത്ത് ഒരു ജാക്ക്പോട്ട് ഉണ്ടാവും. സാറിന് അറിയാലോ, ജാക്ക്പോട്ട് 10 മില്യൺ യുവാനാണ്. 1 കോടി യുവാൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 10 കോടി രൂപ വരും. ഒരു ഹ്യൂജ് എമൗണ്ടാണ്. അത് കേട്ടപ്പോൾ മാനേജറുടെ കണ്ണുകൾ അങ്ങനെ തെളിഞ്ഞു വന്നു. മാനേജർ അമ്പരപ്പോടെ റെന്നിനെ നോക്കിയതും റെൻ മാനേജറോട് പറഞ്ഞു, സാർ, കിട്ടുന്ന ലാഭത്തിൽ പകുതി അങ്ങേക്ക്, പകുതി മാത്രം എനിക്ക് മതി. മാനേജറോട് അങ്ങനെ റെൻ പറഞ്ഞപ്പോൾ ആദ്യം മാനേജർക്ക് ഒരു ഭയം തോന്നി. ബാങ്കിലെ പണം എടുത്തിട്ടാണ് ലോട്ടറി ടിക്കറ്റ് വാങ്ങേണ്ടത്. മാസാവസാനം ഓഡിറ്റേഴ്സ് വരുമ്പോൾ ആ പണം തിരിച്ചു വെച്ചില്ലെങ്കിൽ ജോലി പോകും. ജോലി പോകുമെന്ന് മാത്രമല്ല, ജയിലിലാകുകയും ചെയ്യും. ആ കാര്യം മാനേജർക്ക് അറിയാം. പക്ഷേ ആ സംഖ്യയുടെ വലിപ്പം അയാളെ ശരിക്കും മോഹിപ്പിക്കുന്നുണ്ട്. അയാൾ ആലോചിച്ചിട്ട് പറയാമെന്ന് റെന്നോട് മറുപടി പറഞ്ഞു. റെന്ന് മാനേജറുടെ കണ്ണുകളിലെ ആ ആർത്തി കണ്ടതാണ്. പിറ്റേന്ന് വീണ്ടും റെൻ മാനേജറെ സമീപിച്ചു. മാനേജർ തലേദിവസം രാത്രി മുഴുവൻ ആ വിഷയത്തെക്കുറിച്ചാണ് ആലോചിച്ചത്. ശരിക്കും അയാൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. ഒരൊറ്റ മാസം കൊണ്ട് കോടീശ്വരനാകുന്ന ആ അവസ്ഥ, അതൊരു വല്ലാത്ത അവസ്ഥയാണ്. ഒരു പൈസയും മുടക്കില്ലാതെ കോടീശ്വരനാകാൻ ഇതാ ഒരു സുവർണ അവസരം വന്നിരിക്കുകയാണ്. ഭൂമിയിൽ വളരെ വളരെ അപൂർവം ആളുകൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ ഒരു അവസരം കിട്ടുക. ആ ബാങ്കിൽ ഇഷ്ടംപോലെ പണമുണ്ട്. ഇന്നത്തെ കാലത്ത് പോലെ ഡിജിറ്റൽ സംവിധാനങ്ങളൊന്നും ആയിട്ടില്ല, കമ്പ്യൂട്ടറുകളും ആയിട്ടില്ല. നോട്ടൊക്കെ അടുക്കി കെട്ടി വെക്കേണ്ട പതിവ്. നോട്ട് കെട്ടുകൾ അവിടെ ആ ലോക്കറിൽ നിന്നെടുത്ത് കൗണ്ടറിൽ കൊണ്ടുവന്ന് ആളുകൾക്ക് വിതരണം ചെയ്യുന്ന ജോലിയാണ് യഥാർത്ഥത്തിൽ റെന്നിൻ്റെത്. റെന്ന് ആ ബാങ്കിലെ ക്യാഷ്യറാണ്. ക്യാഷ്യറായ റെന്നും മാനേജറായ സോങ്ങും കൂടി ചേർന്നാൽ ശരിക്കും അവിടെ നിന്ന് പണം എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവർക്ക് രണ്ടുപേർക്കും പുറമെ പിന്നെ ശ്രദ്ധിക്കേണ്ടത് കാവൽക്കാരായ 2 ജീവനക്കാരെയാണ്. ബാക്കിയുള്ള ആളുകളൊക്കെ സന്ധ്യയാകുമ്പോഴേ ജോലി കഴിഞ്ഞ് അവരവരുടെ വീടുകളിലേക്ക് പോകും. പക്ഷെ കാവൽക്കാർ ബാങ്കിന് കാവൽ നിൽക്കുന്നതുകൊണ്ട് സന്ധ്യ കഴിഞ്ഞാലും ബാങ്കിൽ കാണും. പണം അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കാവൽക്കാർ പരിശോധിക്കും. അവരെ മാത്രമല്ല, ബാങ്കിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന എല്ലാ ജീവനക്കാരെയും ആ സെക്യൂരിറ്റിക്കാർ പരിശോധിച്ചേ വിടത്തുള്ളൂ. അത് അവരുടെ ജോലിയാണ്. ആ സെക്യൂരിറ്റിക്കാരെ കൂടി കൈകാര്യം ചെയ്യാൻ പറ്റിയാൽ പണം ബാങ്കിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. മാനേജർ സോങ് ആ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് അന്ന് ബാങ്കിലെത്തിയത്. റെന്ന് സംസാരിച്ചു തുടങ്ങുമ്പോഴേ മാനേജർ വളരെ താല്പര്യത്തോടെ റെന്നിനോട് ആ സെക്യൂരിറ്റിക്കാരെ എങ്ങനെയാണ് മറികടക്കേണ്ടെന്നുള്ള പദ്ധതിയാണ് പറഞ്ഞത്. അത് കേട്ട് റെന്ന് പോലും അത്ഭുതപ്പെട്ടു പോയി. ശരിക്കും റെന്ന് ആലോചിക്കാതിരുന്ന ഒരു വിഷയം മാനേജർ ആലോചിച്ചിരിക്കുകയാണ്. സാധാരണ ജീവനക്കാരനും മാനേജറും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അയാൾ ഒരു സിസ്റ്റം മാനേജ് ചെയ്യാൻ പഠിച്ച ആളാണ്. ഒരു റോബറി അല്ലെങ്കിൽ ഒരു കൊള്ള എങ്ങനെ മാനേജ് ചെയ്യണമെന്നും അയാൾക്ക് അറിയാമെന്നാണ് ആ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. സോങ് പദ്ധതി പ്ലാൻ ചെയ്തു. മാനേജർ സോങ്ങും ക്യാഷ്യർ റെന്നും
ഒന്നിച്ച് വിചാരിച്ചാലേ ലോക്കറിൽ നിന്ന് പണം എടുക്കാൻ പറ്റും. രണ്ടുപേരുടെയും കയ്യിൽ ഓരോ താക്കോലുണ്ട്. ആ താക്കോലുകൾ ഒരുമിച്ച് ലോക്കറിലിട്ട് തിരിച്ചാലേ അവിടുത്തെ ലോക്കർ തുറക്കത്തുള്ളൂ. ലോക്കറിൽ നിന്ന് പണമെടുത്ത് രജിസ്റ്ററിൽ കെട്ടുകളും സീരിയൽ നമ്പറും രേഖപ്പെടുത്തണം. അതിനുശേഷമാണ് അത് ക്യാഷ് കൗണ്ടറിലേക്ക് കൊണ്ടുവരുന്നത്. അന്നത്തെ ക്യാഷ് ഇടപാടുകളൊക്കെ കഴിയുമ്പോൾ വൈകുന്നേരം ബാലൻസ് ഉള്ള എമൗണ്ട് തിരിച്ച് അതുപോലെ തന്നെ കൊണ്ടുവയ്ക്കുകയും വേണം. ഈ പ്രക്രിയ കഴിഞ്ഞ 6 വർഷമായിട്ട് റെന്നും സോഗും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അകത്തുള്ള പണത്തെക്കുറിച്ച് അവർക്ക് നല്ല ധാരണയുണ്ട്. എല്ലാ മാസവും അവസാനത്തെ പ്രവൃത്തി ദിവസം ഓഡിറ്റേഴ്സ് വരികയും അകത്തുള്ള ക്യാഷും അവരുടെ ബാലൻസ് ഷീറ്റിലെ ക്യാഷും കണക്ക് കൂട്ടും. ഫിസിക്കലായി കണക്കെടുക്കും. അതുവരെ അവർ സേഫാണ്. ഓഡിറ്റേഴ്സ് പറഞ്ഞതുപോലെ മാസം അവസാനം എത്തി. ഓഡിറ്റേഴ്സ് വന്നുപോയി കഴിഞ്ഞതും ബാലൻസ് ഉള്ള തുക രേഖപ്പെടുത്തപ്പെട്ടു. മാനേജർ അത് ഒപ്പിട്ട് വാങ്ങിച്ചു. പിറ്റേന്ന് 1-ാം തീയതിയാണ്. അന്ന് മുതൽ അവരുടെ മുന്നിൽ 30 ദിവസങ്ങളുണ്ട്. ഇതിനിടയിൽ പണമെടുത്ത് ലോട്ടറി വാങ്ങുക, ജാക്ക്പോട്ട് അടിക്കുക, എടുത്ത പണം തിരിച്ചു വയ്ക്കുക, ജാക്ക്പോട്ട് തുക 2ആയി വീതം വയ്ക്കുക. ആ ലക്ഷ്യത്തോടു കൂടി മാനേജർ സോങ്ങും ക്യാഷ് റെന്നും അവരുടെ പദ്ധതി നടപ്പാക്കി തുടങ്ങി. ആ പദ്ധതി നടപ്പിലാക്കാൻ അവർക്കുള്ള ഒരു പ്രശ്നം ആ സെക്യൂരിറ്റിക്കാരാണ്. വൈകുന്നേരം അവിടെ നിന്ന് പണം പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സെക്യൂരിറ്റിക്കാർ ചെക്ക് ചെയ്യും. അത് ഒഴിവാക്കാൻ മാനേജർ ഒരു അടിപൊളി പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. വൈകുന്നേരം ഏകദേശം ഒരു 5 മണിയായപ്പോൾ മറ്റ് ജീവനക്കാരൊക്കെ അവിടുന്ന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പായി. 5:30 ആയതോടുകൂടി മാനേജറും ക്യാഷ്യർ റെന്നും ആ 2 സെക്യൂരിറ്റിക്കാരും മാത്രമായി ബാങ്കിൽ. മാനേജർ ശരിക്കും സന്തോഷത്തിലാണ്. അയാൾക്ക് ഒരു പ്രൊമോഷൻ വരാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അയാൾ ആ സെക്യൂരിറ്റിക്കാരെ കൂടി അയാളുടെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. മാനേജറുടെ ക്യാബിനിലേക്ക് അങ്ങനെ കയറി വന്ന് ഇരിക്കാനുള്ള അനുവാദമൊന്നും ഈ സെക്യൂരിറ്റിക്കാർക്ക് സാധാരണ കിട്ടാറില്ല. അവിടെ വന്ന സെക്യൂരിറ്റിക്കാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവർക്ക് മാനേജർ ശരിക്കും വൈൻ പകർന്നു കൊടുക്കുകയായിരുന്നു. അയാള് ഒരു കുപ്പി വൈൻ നേരത്തെ അവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. മാനേജർ തന്നെ വൈൻ പകർന്നു കൊടുത്തപ്പോൾ ആ 2 സെക്യൂരിറ്റിക്കാരുടെയും സന്തോഷത്തിന് അതിരുകളില്ലെന്ന് പറയാം. അവര് സന്തോഷത്തോടെ അത് വാങ്ങിച്ചു കുടിച്ചു. ഡ്യൂട്ടി സമയം കഴിഞ്ഞതുകൊണ്ടാണ് മാനേജർ അവരെ വിളിച്ച് സൽക്കരിച്ചത്. അവർക്ക് കഴിക്കാനുള്ള ചെറിയ സംവിധാനങ്ങളൊക്കെ മേശപ്പുറത്ത് മാനേജർ ഒരുക്കിയിരുന്നു. മാനേജറുടെ മുന്നിൽ വെച്ച് സെക്യൂരിറ്റിക്കാർ തമാശകളൊക്കെ പറഞ്ഞ് ആ ഭക്ഷണമൊക്കെ കഴിച്ച് വൈനൊക്കെ കുടിച്ചിങ്ങനെ ഇരുന്നു. ഒരു 2-3 ഗ്ലാസ് വൈൻ കുടിച്ചു കഴിഞ്ഞതും ആ 2 സെക്യൂരിറ്റിക്കാരുടെ കണ്ണുകൾ പതുക്കെ അടഞ്ഞു തുടങ്ങി. വളരെ ചെറിയ അളവിൽ കുറച്ച് ഉറങ്ങാനുള്ള സാധനങ്ങൾ കൂടി അതിനകത്ത് ആ മാനേജർ കലർത്തിയിരുന്നു എന്നത് മാത്രമാണ് സാധാരണ വൈനും അവർ കുടിച്ച വൈനും തമ്മിലുള്ള വ്യത്യാസം. ആ സെക്യൂരിറ്റിക്കാർ കുടിക്കുമ്പോൾ ആ വൈൻ കുടിക്കാതിരിക്കാൻ മാനേജർ ബോധപൂർവ്വം ശ്രമിച്ചിരുന്നു. മാനേജർ തന്റെ സന്തോഷം അവരുമായി പങ്കിടണമെന്ന് പറഞ്ഞിട്ടാണ് അവർക്ക് ഒടിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. മാനേജറുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു സേവനം സാധാരണഗതിയിൽ കിട്ടാത്തത് കൊണ്ടാണ് ആ സെക്യൂരിറ്റിക്കാർ അതിൽ ശ്രദ്ധിക്കാതിരുന്നത്. 2 സെക്യൂരിറ്റിക്കാരും അടിച്ച് ഫിറ്റായി ബോധരഹിതരായി താഴെ ക്യാബിനിൽ വീണതും മാനേജർ റെന്നെ കൈ കാണിച്ചു. റെന്നെ ഉടൻ തന്നെ ചെന്ന് ആ ബാങ്കിന്റെ ഷട്ടറിങ് താഴ്ത്തി. ഇപ്പോ ബാങ്കിനകത്ത് മാനേജറും റെന്നും പിന്നെ ആ 2 സെക്യൂരിറ്റിക്കാരും ഉണ്ട്. സെക്യൂരിറ്റിക്കാർ നല്ല ഉറക്കത്തിലാണ്. അന്നത്തെ ക്യാഷ് ശരിക്കും സീനിയർ ക്യാഷർ ഉള്ള സമയത്ത് തന്നെയാണ് റെന്ന് അകത്തോണ്ട് വെക്കുന്നത്. റെന്നും മാനേജറും അത് ചെയ്യുമ്പോൾ ബാങ്കിൽ വേറെ സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ക്യാഷ് കൗണ്ടറിൽ പണമില്ല. മാനേജറും റെന്നും കൂടി സ്ട്രോങ് റൂമിലേക്ക് കയറി വീണ്ടും ആ ലോക്കർ തുറന്ന് 1 ലക്ഷം യുവാൻ പുറത്തെടുത്തു. അത് റെന്നിന്റെ ബാഗിലേക്ക് മാറ്റി. റെന്നിന്റെ ബാഗിലേക്ക് അത് മാറ്റിയതിന് ശേഷം ലോക്കർ അടച്ച് അവര് പതുപോലെ പുറത്തേക്ക് വന്നു. മാനേജറുടെ ക്യാബിൽ കിടക്കുന്ന ആ സെക്യൂരിറ്റിക്കാരെ അവിടുന്ന് പതുക്കെ പൊക്കിയെടുത്ത് ബാങ്കിന്റെ ആ വാതിലിനടുത്ത് കൊണ്ടുവന്നതിന് ശേഷം വാതിൽ തുറന്ന് 2 പേരെയും പുറത്തെടുത്ത് അവരുടെ കസേര കൊണ്ടുവന്നിരുത്തി. 2 പേരും കസേരയിൽ മുഖാമുഖം നോക്കിയിരിക്കും പോലെ ഇരുത്തിയതിനു ശേഷം ബാങ്കിന്റെ വാതിലടച്ച് പൂട്ടുകളൊക്കെ യഥാസ്ഥലത്ത് ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാനേജറും റെന്നും പുറത്തിറങ്ങി. അവർ പുറത്തിറങ്ങുമ്പോൾ ശരിക്കും ആ 2 സെക്യൂരിറ്റിക്കാരും അവിടെ അപ്പുറം ഇപ്പുറം ഇരുന്ന് ഉറങ്ങുകയാണ്. ഏകദേശം ഒരു മണിക്കൂർ കഴിയുമ്പോൾ അവര് ഉറക്കത്തിൽ നിന്ന് എണീക്കുമെന്ന് മാനേജർക്ക് അറിയാം. വളരെ ചെറിയ അളവിലാണ് മാനേജർ അതിനകത്ത് ഉറങ്ങാനുള്ള മരുന്ന് കലർത്തിയത്, അല്ലെങ്കിൽ മയങ്ങാനുള്ള മരുന്ന് കലർത്തിയത്. മാനേജറും റെന്നും അതിവേഗം ബാങ്കിൽ നിന്ന് പിരിഞ്ഞു. സന്തോഷത്തോടെ റെൻ നേരെ പോയത് ആ സൂപ്പർ ലോട്ടോ കടയിലേക്കാണ്. അവൻ അന്ന് ആ 1 ലക്ഷം യുവാനും ലോട്ടറി വാങ്ങിച്ചു. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു പർച്ചേസാണ് റെൻ നടത്തിയിരിക്കുന്നത്. അവൻ ആ പർച്ചേസ് നടത്തുമ്പോൾ ആ കടക്കാരന് പോലും ഒരു ഞെട്ടൽ. 1 ലക്ഷം യുവാനൊക്കെ മുടക്കി ലോട്ടറി വാങ്ങുന്ന ആളുകൾ ഒരുപാട് അവിടെ ഉണ്ടെങ്കിലും ഈ ബാങ്ക് എംപ്ലോയി ആദ്യമായിട്ടാണ് അവിടെ വന്ന് ലോട്ടറി വാങ്ങുന്നത്. ആ കടക്കാരൻ അവനോട് ചോദിക്കുകയും ചെയ്തു, റെൻ, നീ ലോട്ടറി എടുക്കാത്തവനല്ലേ?
ഇന്നെന്താ ഒരുമിച്ച് ലോട്ടറി എടുക്കുന്നത്? സാർ, ഒരു രസമൊക്കെ വേണ്ടേ? എന്റെ ഇത്രയും വർഷത്തെ സമ്പാദ്യം ലോട്ടറിയിലൊന്ന് ഇട്ടു നോക്കിയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നൽ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇട്ടത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ ആ ലോട്ടറിയുമായി അവിടെ നിന്ന് മടങ്ങി. ശരിക്കും ഒരു കെട്ട് ലോട്ടറി ടിക്കറ്റുമായിട്ടാണ് റെൻ വീട്ടിൽ മടങ്ങിയെത്തുന്നത്. അവൻ്റെ വീട്ടിൽ ഭാര്യയും ഇരട്ട കുട്ടികളും ഉണ്ട്. പിന്നെ അവൻ്റെ അമ്മയും അവൻ്റെ അച്ഛനും സഹോദരങ്ങളൊക്കെ ഉണ്ട്. റെൻ വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അവൻ്റെ മുഖത്ത് സന്തോഷമാണോ ടെൻഷനാണോ ഉള്ളതെന്ന് പറയാൻ പറ്റില്ല. മുറിക്കുള്ളിലേക്ക് കയറിയ റെൻ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ലോട്ടറി ടിക്കറ്റിൽ നിന്ന് ഒരു കെട്ടെടുത്തു. വളരെ ചെറിയ വിലയ്ക്കുള്ള ടിക്കറ്റാണ് അവൻ എടുത്തിരിക്കുന്നത്. ആ ടിക്കറ്റ് അവൻ നാണയം ഉപയോഗിച്ച് പതുക്കെ ഉരച്ചു തുടങ്ങി. ആ ടിക്കറ്റിന്റെ നമ്പർ വിസിബിൾ ആകുന്നവരെ നാണയം ഉപയോഗിച്ച് ഉരയ്ക്കും. ആ നമ്പർ വിസിബിൾ ആയതും അവനത് മാറ്റി വെച്ചിട്ട് അടുത്ത ടിക്കറ്റ് എടുത്തു. അങ്ങനെ ഒരു കെട്ടിലെ മുഴുവൻ ടിക്കറ്റും ഉരച്ചുരച്ച് അവനവിടെ വെക്കുകയാണ്. ആ ടിക്കറ്റുകൾക്ക് ക്രമമായിട്ടാണ് നമ്പറെങ്കിലും ഈ സൂപ്പർ ലോട്ടറിയുടെ ടിക്കറ്റുകൾക്ക് ക്രമത്തിൽ നമ്പർ ഉള്ളതും ക്രമമില്ലാത്ത നമ്പർ ഉള്ളതും ഉണ്ട്. ഇവൻ എല്ലാ ടൈപ്പ് ടിക്കറ്റും കൂടിയാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉരച്ചാൽ മാത്രമേ ആ ടിക്കറ്റിന് നമ്പർ അറിയാൻ പറ്റൂ. ആ ശൈലിയിലാണ് ആ സിസ്റ്റം അവിടെ വർക്ക് ചെയ്യുന്നത്. രാത്രി ഏകദേശം ഒരു 2-3 മണി വരെയെങ്കിലും റെന് ആ ലോട്ടറി ടിക്കറ്റ് ഉരച്ച് കാണും. അവന് ഭയങ്കര ടെൻഷനുണ്ട്. നാളെ നറുക്കെടുപ്പുണ്ട്. ആ നറുക്കെടുപ്പിൽ അവൻ ഉരച്ച ടിക്കറ്റുകളിൽ ഏതിനെങ്കിലും പ്രൈസ് അടിക്കുകയാണെങ്കിൽ അവൻ ബാങ്കിൽ നിന്ന് എടുത്ത പണം തിരിച്ചു വയ്ക്കാനുള്ള പണം കിട്ടും. രാവിലെ നേരം പുലർന്നു അവൻ ഉരച്ച ടിക്കറ്റുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ട് അവൻ അതുമായി ബാങ്കിലേക്ക് തിരിച്ചു. ശരിക്കും ബാങ്കിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവന് ടെൻഷൻ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. വൈകുന്നേരം ആകുമ്പോൾ ആദ്യത്തെ ദിവസത്തെ റിസൾട്ട് വരും. അവന്റെ ടിക്കറ്റ് അടിച്ചോ ഇല്ലെന്നുള്ളത് അവൻ അറിയത്തില്ല. അവനെ ഇടയ്ക്കിടയ്ക്ക് മാനേജർ സോങ് നോക്കുന്നുണ്ട്. അയാൾക്ക് ഒരു ടെൻഷനുണ്ട്. ആ ബാങ്കിലെ 1 ലക്ഷം യുവാനാണ് ലോട്ടറി ടിക്കറ്റായി മാറിയിരിക്കുന്നത്. അതെങ്ങാനും അടിച്ചില്ലെങ്കിൽ മാനേജർ തൂങ്ങിയത് തന്നെ. അതിൻ്റെതായ ടെൻഷൻ മാനേജർക്കുണ്ട്. എന്തായാലും ആ ദിവസം അതങ്ങ് അവസാനിച്ചു. മാനേജറെ നോക്കുപോലും ചെയ്യാതെ റെൻ അതിവേഗം വീട്ടിലേക്ക് ഓടി. ഓടുന്ന പോക്കിൽ അവൻ ആദ്യം എത്തിയത് ആ സൂപ്പർ ലോട്ടോ കടയിലാണ്. അവിടെ ആ ദിവസം അടിച്ച നമ്പറുകൾ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. 6 ദിവസം തുടർച്ചയായി അങ്ങനെ നമ്പറുകൾ എക്സിബിറ്റ് ചെയ്യും. 7ാം ദിവസമാണ് ജാക്ക്പോട്ട്. അന്നേ ദിവസം അടിച്ച ലോട്ടറികളുടെ നമ്പറുകൾ അവിടെ എഴുതിയിട്ടിട്ടുണ്ട്. അവൻ അത് മുഴുവൻ കുറിച്ചെടുത്തുകൊണ്ട് അതിവേഗം അവൻ്റെ വീട്ടിലെത്തി. അവൻ അവൻ്റെ മുറിയിലേക്ക് ഓടിയെത്തി ആ നമ്പറുകളും അവൻ ഉരച്ചു വെച്ചിരിക്കുന്ന നമ്പറുകളും തമ്മിൽ ഒന്ന് കൂട്ടി നോക്കുകയാണ്. ഭാഗ്യത്തിന് 1-2 എണ്ണം അവൻ ഉരച്ചത് തന്നെയാണ്. ചെറിയ ചെറിയ പ്രൈസ് ആണെങ്കിലും അടിച്ചിരിക്കുന്നു. അവന് ഭാഗ്യമുണ്ടെന്നുള്ളതിന്റെ ഉറപ്പാണ് ആ നമ്പറുകൾ. അവൻ ബാക്കിയുള്ള ലോട്ടറി ഉരച്ചു തുടങ്ങി. അന്ന് ആ ലോട്ടറി മുഴുവൻ ഉരച്ചു തീർത്തിട്ടേ അവർ കിടന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. അപ്പോഴേക്കും സമയം ഏകദേശം 3 മണി കഴിഞ്ഞു. അവന്റെ കൈവശമുള്ള മുഴുവൻ ലോട്ടറിയും ഉരച്ചു തീർന്നതും അവൻ ആ അടിച്ച ലോട്ടറി ടിക്കറ്റുകളുമായി അതൊന്ന് കമ്പയർ ചെയ്തു. അതിൽ നിന്നും 1-2 എണ്ണം കിട്ടി. പിറ്റേ ദിവസവും അവൻ ലോട്ടറി ടിക്കറ്റുകൾ അടിച്ച നമ്പർ കളക്ട് ചെയ്തു. അവന്റെ കൈവശമുള്ള ലോട്ടറിയുമായി കമ്പയർ നോക്കുകയാണ്. അങ്ങനെ 6 ദിവസമായപ്പോൾ അവന് ചെറിയ ചെറിയ സംഖ്യകളൊക്കെ അടിച്ചിട്ടുണ്ട്. അവന് സകല പ്രതീക്ഷയും 7ാം ദിവസത്തെ ആ സൂപ്പർ ലോട്ടോയിലാണ്. അന്നാണ് ജാക്ക്പോട്ട് വരുന്നത്. 7ാം ദിവസത്തെ റിസൾട്ടുമായി അവൻ ആ ലോട്ടറി കടയിൽ നിന്ന് വീട്ടിലെത്തി. അവന് മുറിയിലേക്ക് കയറി അവൻ ചുരണ്ടി വെച്ചിരിക്കുന്ന ആ നമ്പറുകളിലേക്ക് നോക്കി. അവന്റെ കണ്ണുകള് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവന് ഒരു സൂപ്പർ ലോട്ടോ അടിച്ചിരിക്കുകയാണ്. 1 മില്യൺ യുവാന്റെ സൂപ്പർ ലോട്ടോ. ശരിക്കും അതിന് മുകളിലും സൂപ്പർ ലോട്ടോകളുണ്ട്. പക്ഷെ അവൻ അടിച്ചിരിക്കുന്നത് 1 മില്യൺ യുവാന്റെ ലോട്ടറിയാണ്. 1 മില്യൺ യുവാന്റെ ലോട്ടറി അടിച്ചു എന്ന് പറയുമ്പോൾ അവന്റെ ലാഭം 9 ലക്ഷം യുവാനാണ്. ഏകദേശം 90 ലക്ഷം രൂപ ലാഭം കിട്ടിയെന്ന് അർത്ഥം. അവന് സിമ്പിളായിട്ട് ആ 1 ലക്ഷം യുവാൻ തിരിച്ചങ്ങ് വെക്കാം. പിറ്റേന്ന് മാനേജർ അവന് ലോട്ടറി അടിച്ച് വിവരം അറിഞ്ഞു. മാനേജറോട് അവൻ ആ കാര്യം പറയുകയും ചെയ്തു. വിവരം അറിഞ്ഞതും മാനേജർക്ക് വല്ലാത്ത സന്തോഷം. മാനേജർ സോങ് റെന്നോട് പറഞ്ഞു, റെൻ ഇടാ, ആ 1 ലക്ഷം യുവാൻ ഇപ്പൊ തന്നെ തിരിച്ചു വെക്കാം. ബാക്കി നിന്റെ കയ്യിൽ 9 ലക്ഷം യുവാൻ ഉണ്ടല്ലോ, നമുക്ക് പപ്പാതി വീതം വെച്ചെടുക്കാം. ഏയ് മാനേജർ, അങ്ങനെ അല്ല വേണ്ടത്. ഇന്നിപ്പോ ഒരാഴ്ചയിലേ ആയുള്ളൂ. ഇനി 3 ആഴ്ച കൂടി ഇല്ലേ? നമുക്ക് ഈ പണം ഒന്നുകൂടെ സർക്കുലേറ്റ് ചെയ്യാം. ചിലപ്പോ ആ സൂപ്പർ ലോട്ടോ അടിച്ചാലോ? സൂപ്പർ ലോട്ടോ അങ്ങനെ മുകളിലോട്ട് ഗ്രേഡ് കൂടി പോകും. ശരിക്കും 100 മില്യന്റെ യുവാന്റെ വരെ ലോട്ടറി ഉണ്ട്. അതെങ്ങാനും അടിച്ചാൽ പിന്നെ 2 പേരും ജോലിക്ക് പോകേണ്ട കാര്യമേ ഇല്ല. 100 മില്യൺ യുവാൻ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ രൂപയിൽ 100 കോടി രൂപയാണ്. അതൊരു ഹ്യൂജ് എമൗണ്ട് ആണ്. ആ പണത്തിന്റെ വലിപ്പത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള വ്യക്തിയാണ് മാനേജർ സോങ്. അതുകൊണ്ട് തന്നെ അയാളുടെ കണ്ണിങ്ങനെ തെളിഞ്ഞ് അങ്ങനെ വളർന്നു വരികയാണ്. മാനേജർക്ക് റെൻ പറഞ്ഞ കാര്യം കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. അയാള് മനസ്സോടെ അവസാനം ആ തുക ഉപയോഗിക്കാൻ സമ്മതിച്ചു. റെൻ ആ 10 ലക്ഷം യുവാനും മുടക്കി വീണ്ടും ടിക്കറ്റ് എടുത്തു. ആദ്യം 1 ലക്ഷം യുവാന് ടിക്കറ്റ് എടുത്ത
റെന്നിന് 10 ലക്ഷം യുവാൻ അടിച്ച കാര്യം ലോട്ടറിക്കാരന് അറിയാം. ലോട്ടറിക്കാരന് ഇപ്പോൾ ഭയങ്കര സന്തോഷം. അടിച്ച തുക ഇതാ പൂർണ്ണമായിട്ടും റെൻ ലോട്ടറി എടുക്കാനായി മുടക്കിയിരിക്കുകയാണ്. 10 ലക്ഷം യുവാന്റെ ലോട്ടറി ടിക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു വൻ ബണ്ടിലാണ്. ആ ബണ്ടിലുമായിട്ട് വല്ലാത്ത സന്തോഷത്തോടെ റെൻ വീട്ടിൽ മടങ്ങിയത്. അവൻ ശരിക്കും ഇപ്പോൾ ഇരട്ടിപ്പണി ചെയ്യുന്ന ആളായി മാറുകയാണ്. പകല് ബാങ്കിലും രാത്രി ലോട്ടറി ചുരുണ്ടുന്ന പ്രക്രിയയിലുമായി അവന്റെ ജോലി. ഈ 10 ലക്ഷം യുവാന്റെ ലോട്ടറി ചുരുണ്ടുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സംഭവമൊന്നുമല്ല. അവന് വേറെ ആരെങ്കിലും കൊടുത്ത് ചുരുണ്ടാനും പറ്റത്തില്ല. ലോട്ടറി ടിക്കറ്റ് എങ്ങനെ മിസ്സായാൽ അത് ശരിയാവില്ലല്ലോ. അതുകൊണ്ട് അവൻ തന്നെ ഇരുന്ന് രാത്രി ചുരുണ്ടലോട് ചുരുണ്ടി അവൻ ലോട്ടറി ഇങ്ങനെ അടുക്കി വെക്കുകയാണ്. എന്നിട്ട് നേരം വെളുക്കാറാകുമ്പോൾ ചെറുതായിട്ടൊന്ന് മയങ്ങും. അതിരാവിലെ ബാങ്കിൽ പോകും. വൈകുന്നേരം വീണ്ടും വീട്ടിലെത്തും, ചുരുണ്ടും. ഇതിനിടയിൽ ലോട്ടറി കടയിൽ നിന്ന് അടിക്കുന്ന ലോട്ടറിയുടെ നമ്പർ എടുത്ത് വീട്ടിൽ കൊണ്ടുവരികയും ചെയ്യും. ആ നമ്പറുമായി അതിന് ബന്ധമുണ്ടോ എന്ന് നോക്കും. ഏകദേശം ഒരു 3-4 ദിവസമായിട്ടും പ്രതീക്ഷിച്ചതുപോലെ ഫലമൊന്നും റെന്നിന് കിട്ടിയില്ല എന്ന കാര്യം മാനേജർ അറിയുന്നുണ്ട്. മാനേജർ റെന്നിനോട് പറഞ്ഞു, റെൻ, നീ കാണിച്ചത് ശരിയായില്ല. ഞാൻ നിന്നോട് പറഞ്ഞതാണ് ആ 1 ലക്ഷം തിരിച്ചു വെക്കാൻ. 1 ലക്ഷം തിരിച്ചു വെച്ചതിന് ശേഷം ബാക്കിയുള്ള 9 ലക്ഷത്തിനും ലോട്ടറി എടുത്തെങ്കിലും മാനേജർക്ക് ഈ ടെൻഷൻ ഉണ്ടാവില്ല. ഇപ്പോ ലോട്ടറി അടിച്ചില്ലെങ്കിൽ പണം വെക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. മാനേജർ സോങ്ങിന്റെ ടെൻഷൻ അങ്ങനെ കൂടിക്കൂടി വരുമ്പോഴേക്കും അവസാനത്തെ ആ ദിവസം എത്തി. 2ാം സൂപ്പർ ലോട്ടോയുടെ ദിവസം. ആ സൂപ്പർ ലോട്ടോ ദിവസം വൻ പ്രതീക്ഷയോടുകൂടി റെന്നും മാനേജറും കാത്തിരുന്നെങ്കിലും സൂപ്പർ ലോട്ടോ റെന്നിന് അടിച്ചില്ല. അവന്റെ 10 ലക്ഷം യുവാനും വെള്ളത്തിലായി എന്നുള്ളതാണ് സത്യം. ആ വിവരമറിഞ്ഞ മാനേജർ സോങ് ആകെ ഞെട്ടിത്തരിച്ച് അയാളുടെ ആ കസേരയിൽ അങ്ങ് ഇരുന്ന് പോവുകയാണ്. അയാൾക്ക് എണീക്കാൻ പറ്റുന്നില്ല. അയാളുടെ പെരുവിരൽ മുതൽ തല വരെ വിയർത്തുടങ്ങി. പക്ഷെ മാനേജറോട് റെൻ പറഞ്ഞത് പേടിക്കേണ്ട കാര്യമില്ല, ഇനി സമയമുണ്ടല്ലോ എന്നാണ്. പക്ഷെ മാനേജർ ഒരു കാര്യം തീരുമാനിച്ചു. ആ പണം തിരിച്ചു വെക്കാനുള്ള തീരുമാനമാണ് മാനേജർ എടുത്തത്. മാനേജറുടെ പേഴ്സണൽ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന 1 ലക്ഷം യുവാൻ എടുത്ത് മാനേജർ തിരിച്ച് ആ പണമെടുത്ത സ്ഥലത്തേക്ക് മടക്കി വെച്ചു. ശരിക്കും അയാൾക്ക് അപ്പോഴാണ് ആശ്വാസമായത്. 1 ലക്ഷമല്ലേ പോയുള്ളൂ. അങ്ങനെ ഒരു ആശ്വാസം തോന്നിയ മാനേജർ പിന്നീട് ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ചു. ഈ റെന്നിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അവൻ ചിലപ്പോ ഇനിയും തരികിട കാണിച്ചേക്കും. അവൻ കാണിക്കുന്ന തരികിടയിൽ താൻ കൂടി പിടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കിയ മാനേജർ ഒരു അടിപൊളി ഐഡിയ വർക്കൗട്ട് ചെയ്തു. മാനേജറും ക്യാഷറും ജോയിന്റ് ആയിട്ടാണ് ലോക്കർ തുറക്കുന്നത്. ആ ജോയിന്റ് ഓപ്പറേഷൻ താൽക്കാലികമായി റദ്ദ് ചെയ്യാനുള്ള തീരുമാനമാണ് മാനേജർ സോങ് എടുത്തത്. മാനേജർ സോങ് അയാളുടെ താക്കോല് കൂടി റെന്നിന് ഹാൻഡ് ഓവർ ചെയ്തു. ഇനി മുതൽ ആ ലോക്കർ തുറക്കുന്നത് ക്യാഷറായ റെൻ ഒറ്റയ്ക്കാണ്. റെൻ ഒറ്റയ്ക്ക് തുറന്നിട്ട് അതിനകത്തുനിന്ന് പണം എടുക്കുകയോ മിസ്യൂസ് ചെയ്യുകയോ ചെയ്താൽ അതിന്റെ കുറ്റം റെന്നിന്റെ മുകളിൽ മാത്രമേ വരത്തുള്ളൂ. മാനേജറുടെ മുകളിൽ കുറ്റം വരത്തില്ല. ക്യാഷ്യർക്ക് 2 താക്കോലും ഹാൻഡ് ഓവർ ചെയ്യാൻ മാനേജർക്ക് അധികാരമുണ്ടെങ്കിലും മാനേജർ പക്ഷേ ഒരു കാര്യം കൂടി അവിടെ ചെയ്യേണ്ടതുണ്ട്. ഈ ക്യാഷ് എടുക്കുന്ന സമയത്ത് ക്യാഷ്യർ മറ്റൊരാളെ കൂടി ആ സ്ട്രോങ് റൂമിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിന് ഒരാളെ മാനേജർ ഡെപ്യൂട്ട് ചെയ്യണം. ശരിക്കും മാനേജറുടെ ആ ജോലി താൽക്കാലികമായി മറ്റൊരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതാണ്. പക്ഷെ ആ മറ്റേ ആളിന് താക്കോൽ ഉപയോഗിക്കാനുള്ള അധികാരമില്ല. അതിനുവേണ്ടി മാനേജർ തിരഞ്ഞെടുത്തത് ഒരു പുതിയ സെക്യൂരിറ്റി ജീവനക്കാരനെയാണ്. സെക്യൂരിറ്റിക്കാർ ശരിക്കും ആഴ്ചയോടാഴ്ച മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ പുതിയ 2 പേരാണ് അവിടെ ഉള്ളത്. അതിലൊരാളെ മാ സിയാങ്ങിനെയാണ് സ്ട്രോങ് റൂമിലേക്ക് പോകുമ്പോൾ റെന്നിനൊപ്പം പോകാനായി തിരഞ്ഞെടുത്തത്. മാനേജർ സോങ് ആ സെക്യൂരിറ്റിക്കാരൻ മായ്ക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ ശരിക്കും നമ്മുടെ കഥാപാത്രം റെന്ന് അവന്റെ കയ്യിലിരിക്കുന്ന ആ 2 താക്കോലിലേക്കും അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോട്ടറി എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇതുപോലൊരു ലോട്ടറിയെ കുറിച്ച് അവൻ ആദ്യമായാണ് കേൾക്കുന്നത്. ആ ബാങ്കിനകത്തിരിക്കുന്ന കാശാണ് യഥാർത്ഥ ലോട്ടറി. ആ കാശ് എടുക്കാൻ നേരത്തെ അവന് മാനേജറുടെ സഹായം വേണം. ഇനി മാനേജറുടെ സഹായം വേണ്ട. 2 താക്കോലും അവന്റെ കയ്യിലാണ്. പക്ഷേ ആ താക്കോൽ ഉപയോഗിച്ച് അവൻ ആ പണം എടുക്കുമ്പോൾ കൂടെ ആ സെക്യൂരിറ്റിക്കാരൻ മായ ഉണ്ടാവും. ആ മായെ ഒന്ന് കൂടെ കൂട്ടാൻ പറ്റിയാൽ ഇനി കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. ഇഷ്ടംപോലെ പണമാണ് ബാങ്കിൽ വെറുതെ അടുക്കി വെച്ചിരിക്കുന്നത്. ആ പണത്തിൽ കുറച്ചെടുത്ത് ലോട്ടറി വാങ്ങിക്കുമ്പോൾ എന്തായാലും ലോട്ടറി അടിക്കും. ഇപ്പൊ വാങ്ങിച്ചത് 1 മില്യൺ യുവാന്റെ ലോട്ടറിയാണ്. ആ 1 മില്യന് പകരം ഒരു 10 മില്യൺ യുവാന്റെ ലോട്ടറി വാങ്ങിച്ചാൽ ഉറപ്പായും ലോട്ടോ റെന്നിന് തന്നെ അടിക്കും. അടിക്കാതെ അവിടെ പോവാൻ ഒരു ടിക്കറ്റ് എടുക്കുമ്പോൾ ലഭിക്കുന്ന സാധ്യതയേക്കാൾ 10 ടിക്കറ്റ് എടുക്കുമ്പോൾ സാധ്യത കൂടുമല്ലോ. ഇവിടെ എടുക്കാൻ പോകുന്നത് ഒരുപാട് ടിക്കറ്റുകളാണ്. സ്വാഭാവികമായിട്ടും റെന്നിന് ലോട്ടറി അടിക്കാനുള്ള സാധ്യത കൂടും. പക്ഷെ പണം എടുക്കണമെങ്കിൽ ആ മായ കൂടി കമ്പനി അടിക്കണം. അതിനെക്കുറിച്ച് റെൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാനേജർ
റന്നിന്റെ അടുത്തേക്ക് വന്ന് അവനോട് പറഞ്ഞു, റൺ, ഇപ്പോ നിനക്ക് ഞാൻ സ്ട്രോങ് റൂമിന്റെ 2 താക്കോലും തന്നിരിക്കുകയാണ്. അകത്തുനിന്ന് ഒരു യുവാനെങ്കിലും കളവ് പോയാൽ അതിന്റെ ഉത്തരവാദിത്വം നിനക്കാണ്. തനിക്കിനി അവിടെ നടക്കുന്ന ഒരു കാര്യത്തിലും ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞ് മാനേജർ കൈ ഒഴിഞ്ഞതാണ്. അത് കേട്ടതും റൺ മാനേജറോട് പറഞ്ഞു, സർ, അങ്ങെന്തിനാ ഭയപ്പെടുന്നത്? ഇനി എന്ത് സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദിത്വം എനിക്കാണെന്ന് എനിക്കറിയാമല്ലോ. ഞാൻ ആ ഉത്തരവാദിത്വം അങ്ങയ്ക്ക് വേണ്ടി ഏറ്റെടുക്കുകയാണ്. റെന്ന് ആ ഡയലോഗ് പറഞ്ഞപ്പോ റെന്നിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് മാനേജർ അയാളുടെ ക്യാബിനിലേക്ക് മടങ്ങി. മാനേജർ തന്റെ അടുത്തുനിന്ന് കടന്നു പോകുമ്പോൾ മാനേജറെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ റൺ ആലോചിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്, ആ സെക്യൂരിറ്റിക്കാരൻ മായെ എങ്ങനെ വീഴ്ത്താം. ആ പുതിയ സെക്യൂരിറ്റിക്കാരൻ മാ എല്ലാ ദിവസവും റണ്ണിനൊപ്പം സ്ട്രോങ് റൂമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെയും വൈകുന്നേരവും എല്ലാ ദിവസവും കയറും. ചില ദിവസങ്ങളിൽ അല്ലാതെ ഇടയ്ക്കും കയറാറുണ്ട്. മറ്റ് ബാങ്കുകളിൽ നിന്ന് പണം വരുമ്പോഴും വലിയ ഇടപാടുകൾ നടക്കുമ്പോഴും പലപ്പോഴും ക്യാഷിൽ പണം എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ പണം തിരിച്ചുകൊണ്ട് വയ്ക്കേണ്ടി വരും. ആ ആവശ്യത്തിന് വേണ്ടി സ്ട്രോങ് റൂമിലേക്ക് പോകുന്ന മായും റണ്ണും തമ്മിൽ നല്ലൊരു അടുപ്പം പതുക്കെ പതുക്കെ ബിൽഡ് ചെയ്ത് വരികയാണ്. റൺ സമയം കിട്ടുമ്പോഴൊക്കെ മായയുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ തിരക്കി തുടങ്ങി. അവന്റെ വീട്ടിലെ അച്ഛൻ, അമ്മ, ഭാര്യ, മക്കൾ തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും പതുക്കെ പതുക്കെ റണ്ണിന് പരിചയമുള്ളതായി മാറി. അപ്പോഴാണ് റൺ ശരിക്കും നിർണായകമായ ആ കാര്യം അറിഞ്ഞത്. മാ നല്ല കടുത്ത ടൈറ്റിലാണ്. ശരിക്കും പണത്തിന് ഞെരുക്കമുള്ള വ്യക്തിയാണ് മാ. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ റൺ ഒരു ദിവസം മായോട് പറഞ്ഞു, മാ, ഈ സൂപ്പർ ലോട്ടോയിലേക്ക് പണം മുടക്കിയാൽ ഒരുപാട് കാശ് കിട്ടുമല്ലേ? സാർ, അങ്ങ് എന്തായി പറയുന്നത്? പണമുള്ളവർക്കല്ലേ അതിലേക്ക് മുടക്കാൻ പറ്റൂ. അതെ അതെ, അതെനിക്കറിയാം. പക്ഷെ കുറച്ച് പണം ഉണ്ടായിരുന്നെങ്കിൽ മുടക്കായിരുന്നല്ലേ? സാർ, അങ്ങനെ മുടക്കിയാൽ ലോട്ടറി അടിക്കുമില്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഏയ് മാ, കുറെ പണമൊക്കെ മുടക്കിയാൽ എന്തായാലും അടിക്കത്തില്ലേ? അതടിക്കും സാർ. പക്ഷെ അങ്ങനെ അടിക്കണമെങ്കിൽ ഒരു 100 ടിക്കറ്റെങ്കിലും ഒന്നിച്ചെടുക്കണം. അതെ അതെ മാ, 100 ടിക്കറ്റ് ഒന്നിച്ചെടുത്താൽ എന്തായാലും അടിക്കും. ആ സംഭാഷണം പതുക്കെ പതുക്കെ റൺ വളർത്തി കൊണ്ടുവന്ന് ഒരു ദിവസം മായോട് പറഞ്ഞു, മാ, എനിക്ക് ഒരു ഐഡിയ. നമ്മൾ രണ്ടും കൂടിയല്ലേ എല്ലാ ദിവസവും സ്ട്രോങ് റൂമിൽ കയറുന്നത്? നീ കണ്ടില്ലേ അവിടെ ഇരിക്കുന്ന പണം? അതവിടെ വെറുതെ വെച്ചിരിക്കുകയാണ്. അവിടെ ഇരുന്ന് പൂത്തേ ഉള്ളൂ. നമുക്കറിയുന്ന കുറച്ചെടുത്ത് ലോട്ടറി വാങ്ങിച്ചാൽ ഉറപ്പായും ലോട്ടറി ടിക്കറ്റിൽ നിന്ന് നമുക്ക് സമ്മാനം കിട്ടും. ആ സമ്മാന തുക കിട്ടുമ്പോൾ ഈ എടുക്കുന്ന പണം തിരിച്ചു വയ്ക്കാം. കിട്ടുന്ന പണം നമുക്ക് 2ആയിട്ട് വീതം വെച്ചെടുക്കാം. ഐഡിയ കേട്ടപ്പോൾ മായ്ക്ക് ഭയങ്കര സന്തോഷം. അവൻ ശരിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന കാലഘട്ടമാണ്. എന്നാലും അവന്റെ കോമൺ സെൻസ് അവനെ കൊണ്ട് ചോദിപ്പിക്കുകയാണ്, അല്ല സാർ, ഇത് പിടിക്കപ്പെട്ടാലോ? ഹേയ് മാ, നിനക്ക് ഇവിടുത്തെ സംവിധാനം അറിഞ്ഞൂടെ? എല്ലാ മാസവും അവസാന ദിവസമാണ് ഓഡിറ്റിംഗ്. അതിനു മുമ്പേ നമുക്ക് ആ പണം തിരിച്ചു വെച്ചാൽ പോരെ? നമ്മൾ ദിവസവും ലോട്ടോ എടുത്തുകൊണ്ടിരുന്നാൽ എന്തായാലും ഒരു സൂപ്പർ ലോട്ടോ നമുക്ക് അടിക്കും. ഒരു സൂപ്പർ ലോട്ടോ അടിച്ചാൽ എന്റെയും നിന്റെയും ജീവിതം ആകെ മാറിയില്ലേ? അത് ശരിയാ സാർ, ഒരെണ്ണം അടിച്ചാൽ മതി, പിന്നെ നമുക്ക് ഈ ജോലി ചെയ്യേണ്ട കാര്യമേ ഇല്ല. മാ പതുക്കെ പതുക്കെ റെന്നിന്റെ വഴിയിലേക്ക് വന്നതും റൺ മായുടെ കൂടി സഹകരണത്തോടുകൂടി വൈകുന്നേരം പണം തിരിച്ചു വെക്കുന്ന സമയത്ത് ബാഗിലേക്ക് ആവശ്യമുള്ള പണം പതുക്കെ നിറച്ചു തുടങ്ങി. ഈ സമയത്ത് അവിടെ മറ്റൊരു സെക്യൂരിറ്റിക്കാരൻ കൂടി ഉണ്ട്. അവൻ ബാങ്കിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആളുകളെ പരിശോധിക്കുമ്പോൾ റെന്നിനെ പരിശോധിച്ചാൽ റെന്നിന്റെ ബാഗിലിരിക്കുന്ന പണം അവൻ കാണാനുള്ള സാധ്യതയുണ്ട്. അത് മായ്ക്ക് അറിയാം. അവിടെയാണ് യഥാർത്ഥത്തിൽ മാ റെന്നിന്റെ സഹായിയാകുന്നത്. എല്ലാ ദിവസവും റെൻ ആ സ്ട്രോങ് റൂമിൽ നിന്ന് പണം എടുക്കില്ല. പണം എടുക്കുന്ന ദിവസം മാത്രം റെന്നിനെ മാ പരിശോധിക്കും. അല്ലാത്ത ദിവസം റെന്നെ പരിശോധിക്കുന്നത് മറ്റേ സെക്യൂരിറ്റിക്കാരനാണ്. 1-2 ദിവസം ശരിക്കും വളരെ വിജയകരമായി ആ പരിശോധന മുന്നോട്ട് കൊണ്ടുപോയി. പിറ്റേ ദിവസം മറ്റേ സെക്യൂരിറ്റിക്കാരൻ പരിശോധിക്കും. ആ മറ്റേ സെക്യൂരിറ്റിക്കാരൻ പരിശോധിക്കുന്ന ദിവസം റെന്ന് പണം എടുക്കത്തുമില്ല. മാ പരിശോധിക്കുന്ന ദിവസം റെന്ന് പണവുമായി പുറത്തു പോവുകയും ചെയ്യും. ദിവസങ്ങൾ അതിവേഗം കടന്നു പോവുകയാണ്. അതിനിടയിൽ 2 ആഴ്ച കടന്നുപോയി. ആ 2 ആഴ്ച കൊണ്ട് റെൻ ആ ബാങ്കിൽ നിന്ന് എടുത്തു മാറ്റിയ സംഖ്യ 36 മില്യൺ യുവാനാണ്. ശരിക്കും ഈ 36 മില്യൺ യുവാൻ ആ ബാങ്കിൽ നിന്ന് എടുത്ത റെൻ ആ സംഖ്യയെ 2ആയി ഭാഗം വെച്ചു. പകുതി ഭാഗം മായ്ക്കും കൊടുത്തു, പകുതി ഭാഗം അയാളും എടുത്തു. 2 പേരും അവരുടെ ഡ്യൂട്ടിയും ചെയ്യും. അവർക്കിപ്പോൾ 2 ഡ്യൂട്ടിയാണ്. പകല് ബാങ്കും രാത്രി ലോട്ടറി ചുരണ്ടലും. മാ റെൻ പോകുന്ന കടയിലല്ല പോവുക. മാ പോകുന്നത് വേറെ സ്ഥലങ്ങളിലുള്ള കടകളിലാണ്. ചൈനയിൽ പല സ്ഥലത്തും ഈ ചുരണ്ട് ലോട്ടറി വിൽക്കുന്ന കടകളുണ്ട്. വ്യത്യസ്ത കടകളിൽ പോയി ലോട്ടറി വാങ്ങുന്ന പതിവിലേക്ക് മായും റെന്നും കടന്നു. ഇഷ്ടംപോലെ ലോട്ടറിയാണ് അവർ വാങ്ങിച്ചു കൂട്ടുന്നത്.
ആ ലോട്ടറിയുമായിട്ട് അവരവരുടെ വീടുകളിലെത്തുന്ന റെനും മായും രാത്രി മുഴുവൻ ഇരുന്ന് ചുരണ്ടി രണ്ടുപേരുടെയും കൈ മുറിയുന്നത് വരെ അവർ ചുരണ്ടും. ശരിക്കും ഈ ചുരണ്ടൽ ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് അത് ചുരണ്ടി തുടങ്ങിയപ്പോഴാണ് മായ്ക്കും റെന്നിനും യഥാർത്ഥം മനസ്സിലാകുന്നത്. ചുരണ്ടൽ നേരം വെളുക്കാറാകുമ്പോൾ ഒന്ന് ചെറുതായിട്ട് ഉറങ്ങും, പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ ബാങ്കിലേക്ക് വരികയും ചെയ്യും. ഈ സംഭവ വികാസങ്ങളൊന്നും നമ്മുടെ മാനേജർ സോങ് അറിയുന്നതേയില്ല. 36 മില്യൺ യുവാന്റെ ലോട്ടറി എടുത്ത് ചുരണ്ടിയ മായും റെന്നും മുഴുവൻ ചുരണ്ടി അവരുടെ ആ റിസൾട്ടുകൾ പരിശോധിച്ചപ്പോൾ ഒരു സൂപ്പർ ലോട്ടറിയും അവർക്ക് അടിച്ചില്ല. ഈ സമയത്ത് ശരിക്കും മായ്ക്ക് സങ്കടത്തെക്കാൾ ദേഷ്യമാണ് വന്നത്. അയാള് റെന്നിനോട് തട്ടിക്കേറി. റെൻ ഉറപ്പായും ലോട്ടറി അടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് മാ ഇതിനോട് സഹകരിച്ചത്. 36 മില്യൺ യുവാൻ എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് എമൗണ്ട് ആണ്. നമ്മുടെ ഇന്ത്യൻ രൂപയിൽ 36 കോടി രൂപ എന്ന് പറയാം. അത്രയും തുകയ്ക്കുള്ള ലോട്ടറി എടുത്തിട്ടും സൂപ്പർ ലോട്ടറി അടിച്ചില്ല എന്നുള്ളത് ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യവുമാണ്. ദേഷ്യം വന്ന മാ റെന്നിനോട് തട്ടിക്കറിയെങ്കിലും റെൻ മായെ ആശ്വസിപ്പിച്ചു. ഏയ് മാ, നമുക്കുള്ള സമയമായില്ല, അതുകൊണ്ടാണ് അടിക്കാത്തത്, നമുക്ക് കുറച്ച് പണം കൂടി എടുക്കാം. റെൻ അങ്ങനെ ഉറപ്പിച്ച് മായോട് പറഞ്ഞതും അവസാനം മാ മനസ്സില്ല മനസ്സോടെ സമ്മതിച്ചു. അവർ രണ്ടും കൂടി പഴയ പദ്ധതി പ്രകാരം വീണ്ടും 12 മില്യൺ യുവാൻ കൂടി ആ ബാങ്കിൽ നിന്ന് അടിച്ചു മാറ്റി. കുറ്റം പറയുന്നതല്ലോ, ശരിക്കും ഈ പ്രാവശ്യം അവർക്ക് ഭാഗ്യമുണ്ട്. അവർക്ക് ഒരു ലോട്ടറി അടിച്ചു. 10 ലക്ഷം യുവാനാണ് അവർക്ക് അടിച്ചത്, അതായത് 1 മില്യൺ യുവാൻ. അവരിപ്പോൾ ബാങ്കിൽ നിന്ന് എടുത്തിരിക്കുന്നത് 48 മില്യൺ യുവാനാണ്. അടിച്ചതാവട്ടെ 1 മില്യൺ യുവാനും. അവർ പ്രതീക്ഷിച്ചതുപോലെ പണം ലോട്ടറിയിലൂടെ മടങ്ങി വരാതായതും റെൻ അവന്റെ പിതാവിനോട് വെറുതെ കാഷ്വൽ സംഭാഷണത്തിനിടയിൽ ലോട്ടറിയെ കുറിച്ച് ചോദിച്ചു. അച്ഛാ, ഇവിടെ ഈ ചുരണ്ടുന്ന ലോട്ടറിക്ക് ഇഷ്ടംപോലെ ഉണ്ടല്ലോ, സത്യത്തിൽ ഇവർക്ക് ലോട്ടറി അടിക്കില്ലേ? അത് കേട്ടതും അവന്റെ പിതാവ് ഒന്ന് ചിരിച്ചു. മോനെ, നീ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? ഈ ലോട്ടറി ശരിക്കൊരു കബളിപ്പിക്കൽ പരിപാടിയാണ്. ഇതിന്റെ പണത്തിന്റെ നല്ല ഭാഗം പോകുന്നത് പാർട്ടിയുടെ തലപ്പത്തുള്ള ആളുകൾക്കാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗം കൂടിയായ ആ മനുഷ്യൻ വളരെ വ്യക്തമായി തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ആ കാര്യം മകനോട് പറയുന്നത്. പിന്നെ ബാക്കിയുള്ള സമ്മാനങ്ങളൊക്കെ ഈ ലോട്ടറി നടത്തുന്ന ആളുകളങ്ങ് എടുക്കും. ഇവിടെ പല കടകളിലും വിൽക്കുന്നതൊക്കെ ശരിക്കും ഡ്യൂപ്ലിക്കേറ്റ് ലോട്ടറിയാണ്. അതിനകത്ത് സമ്മാനമേ കാണത്തില്ല. താൻ വാങ്ങിക്കൂട്ടിയ ലോട്ടറികളൊക്കെയും ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു എന്ന യാഥാർത്ഥ്യം ഇപ്പോഴാണ് റെൻ തിരിച്ചറിയുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് ലോട്ടറികൾ വാങ്ങിച്ചു കൂട്ടാൻ ഇഷ്ടംപോലെ ആളുകൾ അവിടെയുണ്ട്. അതിനിടയിൽ യഥാർത്ഥ ലോട്ടറി കുറേശ്ശെ ആ ലോട്ടറി കച്ചവടക്കാർ ചേർക്കാറുമുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്ക് സമ്മാനങ്ങൾ അടിക്കുന്നത്. എന്തുകൊണ്ട് അവന് സമ്മാനങ്ങൾ അടിക്കാതെ പോയി എന്നതിൻ്റെ ആ കഥ അപ്പോഴാണ് അവന് മനസ്സിലായത്. അവൻ ഈ കാര്യം പിറ്റേ ദിവസം മായോട് പറഞ്ഞു. അവരെടുത്തിരിക്കുന്നത് 48 മില്യൺ യുവാനാണ്. ഇനി ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ബാങ്ക് ഓഡിറ്റ് ദിവസമാവും. പിടിക്കപ്പെടും എന്നത് 100% ഉറപ്പാണ്. ബാങ്കിൽ നിന്നാൽ രണ്ടുപേരും ജയിലിലാവും. ആ കാര്യം മായും റെന്നും ചർച്ച ചെയ്തതും അവരൊരു കാര്യം തീരുമാനിച്ചു: നാട് വിടുക. എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാനായി രണ്ടുപേരും ചേർന്ന് ഒരു പദ്ധതി തയ്യാറാക്കി. ആ പദ്ധതിയിലും ഒരു ആസൂത്രണമുണ്ട്. അവർ രണ്ടുപേരും ഒരു കാരണവശാലും ഒന്നിച്ച് യാത്ര ചെയ്യരുത്. ചൈന ഒരു വലിയ രാജ്യമാണ്, വളരെ വിസ്താരമുള്ള രാജ്യമാണ്. ആ രാജ്യത്തിന്റെ 2 ദിശകളിലേക്ക് അവര് യാത്ര പോകാൻ തീരുമാനിച്ചു. മാ ഇടതുവശത്തേക്ക് പോകുമ്പോൾ റെൻ വലതുവശത്തേക്ക് പോവുക. റെന്ന് ആ ഹെബെ പട്ടണത്തിൽ നിന്ന് യാത്ര തിരിക്കാനായി കണ്ടെത്തിയത് ഒരു ടാക്സിയാണ്. ടാക്സിക്കാരനോട് ടാക്സി കയറി റെൻ പറഞ്ഞ സ്ഥലം ശരിക്കും അവിടെ നിന്ന് 650 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലമാണ്. സാധാരണഗതിയിൽ ഒരു മനുഷ്യനും ആ ഭാഗത്തുനിന്ന് ടാക്സിയിൽ അത്രയും ദൂരത്തേക്ക് യാത്ര ചെയ്യില്ല. ഓരോ അരമണിക്കൂർ ഇടവിട്ടും ഈ 2 പട്ടണങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് ട്രെയിനുണ്ട്, ബസ് സർവീസും ഉണ്ട്. വളരെ തുച്ഛമായ പൈസയ്ക്ക് അങ്ങോട്ടേക്ക് യാത്ര ചെയ്യാൻ കഴിയുമെന്നിരിക്കെ ഇവനെന്തിനാ ഈ ടാക്സി പിടിച്ച് യാത്ര ചെയ്യുന്നത്? അങ്ങനെ ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും ആ ടാക്സി ഡ്രൈവറുടെ മനസ്സിൽ വന്നു. അയാൾ പക്ഷേ ആ ചോദ്യം ചോദിച്ചില്ല. അയാൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറകുവശത്തിരിക്കുന്ന റെന്നിനെ മിററിലൂടെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവൻ പണമെല്ലാം കയ്യിൽ കരുതിയിട്ടുണ്ടാവൂ, യാത്ര പകുതിയാകുമ്പോൾ ഇനി തന്നെ പറ്റിക്കൂ? അങ്ങനെ ചില ചോദ്യങ്ങളൊക്കെ ആ ടാക്സി ഡ്രൈവറുടെ മനസ്സിലുണ്ട്. അയാൾ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് റെൻ അയാളോട് സംസാരിച്ചു തുടങ്ങുന്നത്. ബ്രദർ, എനിക്ക് ഒരു കാർ വാങ്ങിക്കണമെന്നുണ്ട്. കാറോ? അതെ ബ്രദർ, ഈ കാറിൽ യാത്ര ചെയ്ത്
എനിക്ക് വേറെ വാഹനങ്ങളൊന്നും അങ്ങോട്ട് ശരിയാവില്ല. എന്തുകൊണ്ട് അവൻ കാറിൽ യാത്ര ചെയ്യുന്നു എന്നതിനെ കുറിച്ചുള്ള സംശയം ആ നിമിഷത്തിൽ ആ ടാക്സി ഡ്രൈവർക്ക് അങ്ങ് മാറി. ശരിക്കും പണമുള്ള വീട്ടിലെ ഒരു കുട്ടിയാണ്, കാറിലൊക്കെ യാത്ര ചെയ്ത് ശീലമായി കാണും. അങ്ങനെ ടാക്സി ഡ്രൈവർക്ക് തോന്നുമ്പോൾ റെൻ അയാളോട് പറഞ്ഞു, പിന്നെ നമ്മൾ വാങ്ങുന്ന കാറിൽ ഒരു കാര്യം വേണം. എന്താ പ്രത്യേകം വേണ്ടത്? അതിന്റെ ഗ്ലാസുകൾക്കൊക്കെ നല്ല കറുത്ത നിറം വേണം. പുറത്തുനിന്ന് നോക്കിയാൽ അകത്തിരിക്കുന്ന നമ്മളെ കാണാൻ പാടില്ല. അങ്ങനെ റെൻ പറഞ്ഞിട്ട് ആ ടാക്സിക്കാരനോട് പറഞ്ഞു, നമ്മൾ ഈ പാർട്ടിക്കാരൊക്കെ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ, അവരകത്തിരിക്കുന്നത് പുറത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ യാത്ര ചെയ്യുന്നത് അത്തരത്തിലുള്ള കറുത്ത ഫിലിം ഒട്ടിച്ച വണ്ടികളിലാണ്. ആ കാഴ്ച റെഗുലറായി കാണുന്ന റെന്നിന് അത് അറിയാം. റെൻ പറഞ്ഞത് കേട്ടതും ആ ടാക്സിക്കാരൻ പറഞ്ഞു, ഓഹോ, അങ്ങനെയുള്ള കാറൊക്കെ കിട്ടും. എന്നാ വാങ്ങുന്നത്? നമുക്ക് ഈ യാത്രക്കിടയിൽ വാങ്ങാം. അങ്ങനെ ഏതെങ്കിലും ഒരു കട കണ്ടാൽ നിർത്ത്, നമുക്ക് വാങ്ങാം. അല്ല, അതിന് ലോണും മറ്റു സംവിധാനങ്ങളൊക്കെ ഒരുക്കണ്ടേ? ലോണോ? എന്തിന്? ഞാൻ രൊക്കം ക്യാഷ് കൊടുത്തല്ലേ വാങ്ങാൻ പോകുന്നത്. രൊക്കം ക്യാഷ് കൊടുത്ത് ഒരു കാർ വാങ്ങാൻ കപ്പാസിറ്റി ഉള്ള ആളാണ് തന്റെ ടാക്സിയിൽ യാത്ര ചെയ്യുന്നതെന്ന് കേട്ടപ്പോൾ ആ ടാക്സിക്കാരന്റെ കൗതുകം ഒന്നുകൂടി വർദ്ധിച്ചു. അയാൾ മിററിലൂടെ റെന്നെ ഒന്നുകൂടി ഒന്ന് സൂക്ഷിച്ചു നോക്കി. പക്ഷെ അയാള് റെന്നോട് വേറൊന്നും ചോദിച്ചില്ല. ഈ സംഭവ വികാസങ്ങൾ ആ കാറിനകത്ത് അങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ആ അഗ്രികൾച്ചർ ക്രെഡിറ്റ് ബാങ്കിൽ ഓഡിറ്റേഴ്സ് എത്തിയിട്ടുണ്ട്. അവര് കണക്കുകൾ പരിശോധിച്ചപ്പോൾ ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു മിസ്ബാലൻസ് കണ്ടു. 48 മില്യൺ യുവാന്റെ കുറവാണ് ആ ബാങ്കിൽ ഉണ്ടായിരിക്കുന്നത്. ആ ബാങ്കിൽ ആ പണം കൈകാര്യം ചെയ്തിരുന്ന ക്യാഷ്യർ ഓഡിറ്റേഴ്സ് വന്ന ദിവസം ലീവാണ്. അതോടൊപ്പം ആ ദിവസം അവിടെ ഉണ്ടാകേണ്ട സെക്യൂരിറ്റിയും ലീവിലാണ്. രണ്ടുപേരെയും കോണ്ടാക്ട് ചെയ്യാൻ മാനേജർ ശ്രമിച്ചെങ്കിലും രണ്ടുപേരും ഫോൺ എടുക്കുന്നില്ല. ശരിക്കും ആ രണ്ട് ഫോണും സ്വിച്ച് ഓഫാണ്. 48 മില്യൺ യുവാനുമായി റെൻ മുങ്ങി എന്നുള്ള കാര്യം മാനേജർ സോങ്ങിന് ഉറപ്പായി. ആ നിമിഷം തന്നെ ഓഡിറ്റേഴ്സ് ആ വിവരം ഹെഡ് ഓഫീസിനെ അറിയിച്ചതും ഹെഡ് ഓഫീസ് ഇടപെട്ട് വിവരം കേസാക്കി. പോലീസിൽ വിവരമറിഞ്ഞു. റെന്നിന്റെയും മായുടെയും ഫോട്ടോകൾ പോലീസിന്റെ കൈവശമെത്തി. റെൻ ആ ഹെബി പട്ടണത്തിൽ നിന്ന് എങ്ങോട്ട് പോയിരിക്കുമെന്ന് അറിയാനായി പോലീസ് സകല CCTVകളും പരിശോധിച്ചു തുടങ്ങി. ചൈനയിൽ ആ കാലഘട്ടത്തിലെ പല സ്ഥലത്തും CCTV ഉണ്ട്. ആ CCTVകൾ പരിശോധിച്ച പോലീസിന് റെൻ ഒരു ടാക്സി സ്റ്റാൻഡിന്റെ സമീപത്തേക്ക് പോയിരിക്കുന്നതായി കാണാൻ പറ്റി. അവിടെയുള്ള ഏതോ ടാക്സിയിൽ അവൻ കയറിയിട്ടുണ്ട്. ടാക്സി കയറി എന്തായാലും അവൻ ദൂരേക്കൊന്നും പോകാൻ സാധ്യതയില്ല. ടാക്സി പിടിക്കുന്ന ആളുകൾ സാധാരണ രീതിയിൽ ചെറിയ ചെറിയ ദൂരം കവർ ചെയ്യാനാണ് അവിടെ ടാക്സി ഉപയോഗിക്കുക. ദീർഘദൂര യാത്രയാണെങ്കിൽ ട്രെയിനോ പ്ലെയിനോ ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുക. അടുത്ത് എവിടെയോ അവൻ ടാക്സി പോയിരിക്കുന്നു എന്ന് മനസ്സിലായ പോലീസ് ആ ടാക്സി സ്റ്റാൻഡിൽ നിന്ന് ആ ടാക്സി എങ്ങോട്ട് പോയെന്ന് തിരക്കി തുടങ്ങി. ടാക്സി എങ്ങോട്ട് പോയെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ബാക്കിയുള്ള ടാക്സിക്കാർക്ക് അറിയത്തില്ല. അവിടെ ടാക്സി പിടിക്കുന്ന ആളുകൾ ടാക്സിയുമായി അതിവേഗം അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആളുകളോട് പറഞ്ഞിട്ടായിരിക്കത്തില്ല ടാക്സി ഡ്രൈവർ ടാക്സി എടുക്കുന്നത്. എന്തായാലും ആ ടാക്സിയുമായി ബന്ധിപ്പിച്ച അന്വേഷണം പോലീസ് തുടങ്ങി വെച്ചു. CCTV വിഷ്വലുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് തന്നെ പോലീസ് ഒരു കാര്യം കൂടി ചെയ്തു. ഈ റെന്നിന്റെയും മായുടെയും ഫോട്ടോ TV ചാനലുകൾക്ക് കൊടുത്തു. ഈ രണ്ട് ആളുകളെയും എവിടെ കണ്ടാലും ആ കാര്യം പോലീസിനെ അറിയിക്കണമെന്നുള്ള ഒരു നിർദ്ദേശത്തോടു കൂടിയാണ് ആ ഫോട്ടോ TV ചാനലിൽ പ്രസിദ്ധീകരിക്കുന്നത്. ഈ സംഭവ വികാസങ്ങളൊന്നും അറിയാതെ നമ്മുടെ കഥാപാത്രം റെൻ ആ കാറിൽ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആ ടാക്സി ഡ്രൈവർ റോഡിന്റെ ഇടതു ഭാഗത്തായി ഒരു കാർ വിൽപ്പന കേന്ദ്രം കണ്ടത്. നേരത്തെ റെൻ പറഞ്ഞ അതേ കണ്ടീഷനുള്ള കാറുകൾ ഉള്ള ഒരു കട തന്നെയാണ് അവിടെ ഉള്ളത്. ടാക്സി ഡ്രൈവർ ആ കാർ വിൽപ്പന കേന്ദ്രത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ഒതുക്കി. പണമുള്ള ആളുകൾക്ക് പണം മുടക്കി കാറ് വാങ്ങിച്ചുകൊണ്ട് പോകാൻ കഴിയുന്ന എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് എത്തിയിരിക്കുന്നത്. ഒരു അടിപൊളി ഷോറൂം. ഇഷ്ടംപോലെ കാറുകളുണ്ട്. ടാക്സിയിൽ നിന്ന് റെന്നും ആ ടാക്സി ഡ്രൈവറും ഇറങ്ങിയതും റെൻ ആ ഷോറൂമിനകത്തേക്ക് കടന്നു. അവിടെ ഒരുപാട് എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. റെൻ അടുത്തേക്ക് സുമുഖയായ ഒരു പെൺകുട്ടിയാണ് വന്നത്, ഒരു ലേഡി എക്സിക്യൂട്ടീവ്. സർ, ഞാൻ എന്ത് സേവനമാണ് അങ്ങേക്ക് ചെയ്തു തരേണ്ടത്? വന്നോടൻ പൊളൈറ്റായിട്ട് ആ പെൺകുട്ടി അങ്ങനെ ചോദിച്ചതും റെൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു, എനിക്ക് ഈ കറുത്ത ഗ്ലാസ് ഒക്കെ ഉള്ള ഒരു കാറാ വേണ്ടത്. ആ ഷോറൂമിൽ ഒരുപാട് ആളുകൾ കാർ വാങ്ങാൻ വരുന്നതാണ്. കാർ വാങ്ങാൻ വരുന്ന ആരും തന്നെ ഈ കറുത്ത ഫ്രെയിമുള്ള കാർ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് അവിടെ വരാറില്ല. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിക്ക് ആ ഉത്തരം കേട്ടപ്പോൾ ഒരു കൗതുകം തോന്നുകയും ചെയ്തു. അവള് പുഞ്ചിരിച്ചുകൊണ്ട് റെന്നോട് പറഞ്ഞു, സാർ, അങ്ങനെയുള്ള കാറാണ് സാർ നമ്മളിവിടെ വിൽക്കുന്നത്. അവളൊരു നല്ല കച്ചവടക്കാരിയാണ്.
ഈ ഉപഭോക്താവിന് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് ഡയലോഗ് മാറ്റാൻ ഈ എക്സിക്യൂട്ടീവ്സ് ശരിക്കും മിടുക്കരാണ്. അവിടെ ഉടൻ തന്നെ റെന്നിനെ ഒരു കാറിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ആ കാറിന്റെ ഗ്ലാസ്സിൽ കൂടെ നോക്കുമ്പോൾ അകത്ത് കാണാം. അത് കണ്ടത് റെൻ പറഞ്ഞു, ഏയ് ഇതല്ല ഞാൻ പറഞ്ഞത്, ഇതേ കൂടെ നോക്കുമ്പോൾ അകത്ത് കാണരുതെന്നുള്ളതാണ്. സാർ, ഈ ഗ്ലാസ്സിൽ നമ്മൾ ഇനി ഒരു ഫിലിം ഒട്ടിക്കും. ആ ഫിലിം വന്നു കഴിഞ്ഞാൽ പിന്നെ ആര് നോക്കിയാലും അകത്തുള്ള ആരെയും കാണത്തില്ല. അവള് രഹസ്യം പറയും പോലെ റെന്നോട് അത് പറഞ്ഞതും റെന്ന് സന്തോഷമായി. റെന് ആ കുട്ടിയോട് ആ കാറിന്റെ വിലയ്ക്ക് ചോദിച്ചു. അവൾ വില പറഞ്ഞു. ഡോക്യുമെന്റുകൾ തയ്യാറാക്കാനായി അവള് ഡോക്യുമെന്റ് എടുക്കാനായി ഓഫീസ് മുറിയിലേക്ക് നടന്നു. ഓഫീസ് മുറിയിലേക്ക് നടന്ന ആ പെൺകുട്ടി ഓഫീസ് മുറിയിൽ നിന്ന് ഡോക്യുമെന്റുകൾ എടുക്കുമ്പോഴാണ് അവിടെയുള്ള ടി വി സ്ക്രീനിലേക്ക് അറിയാതെ നോക്കി പോകുന്നത്. ടി വി സ്ക്രീനിൽ ആ സമയത്ത് റെന്നിന്റെ ഫോട്ടോ തെളിഞ്ഞു നിൽക്കുകയാണ്. കൂടെ ഒരു ഡയലോഗുമുണ്ട്. ആ ഫോട്ടോയിൽ കാണുന്ന ആളിനെ ആരെങ്കിലും കാണുകയാണെങ്കിൽ പോലീസിനെ അറിയിക്കണമെന്നുള്ള വിവരമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശരിക്കും ആ ഫോട്ടോയിലേക്കും ആ ക്യാബിന്റെ പുറത്ത് കാറിനടുത്ത് നിൽക്കുന്ന റെന്നിലേക്കും അവള് അറിയാതെ മാറി മാറി നോക്കിപ്പോവുകയാണ്. ശരിക്കും അവൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് അവൾ യഥാർത്ഥത്തിൽ ടി വി കണ്ടത്. വന്ന നിമിഷം മുതൽ റെന്നിന്റെ പെരുമാറ്റത്തിലും സംഭാഷണത്തിലും ഒക്കെ ഒരു അസ്വാഭാവികത ഉണ്ട്. ആ അസ്വാഭാവികത ഈ പോലീസ് കേസിലേക്ക് എത്തിയിരിക്കുന്നല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് അവൾ പുറത്തിറങ്ങുമ്പോഴാണ് ആ കാർ ഡ്രൈവറെ അവൾ കണ്ടത്. കാർ ഡ്രൈവറുടെ അടുത്തേക്ക് എത്തിയ ആ വനിതാ എക്സിക്യൂട്ടീവ് അയാളോട് ചോദിച്ചു, നിങ്ങളുടെ കാറിലല്ലേ ആ ബ്രദർ വന്നത്? അതെ. അയാൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്താ അങ്ങനെ ചോദിച്ചത്? അങ്ങനെ ആ എക്സിക്യൂട്ടീവിനോട് ആ ടാക്സി ഡ്രൈവർ ചോദിച്ചതും ടാക്സി ഡ്രൈവറെ വിളിച്ച് ആ എക്സിക്യൂട്ടീവ് ആ ടി വി സ്ക്രീനിന്റെ അടുത്തേക്ക് വന്നു. ആ ടി വി സ്ക്രീനിൽ അപ്പോഴും റെന്നിന്റെ പടം കാണിക്കുന്നുണ്ട്. ആ പടത്തിനോടൊപ്പം എഴുതി കാണിക്കുന്ന മാറ്റർ വളരെ വ്യക്തമാണ്. ഹെബി അഗ്രികൾച്ചർ ബാങ്കിൽ ഒരു വൻ കൊള്ള നടന്നിരിക്കുന്നു. ആ ബാങ്ക് കൊള്ളയുമായി ബന്ധിപ്പിച്ച് പോലീസ് അന്വേഷിക്കുന്ന വ്യക്തിയാണ് റെൻ. ഒരു കൂട്ടുപ്രതിയുണ്ട് മാ, അയാളുടെ ഫോട്ടോയും കാണിക്കുകയാണ്. ചൈനയിലെ ഏറ്റവും വലിയ ബാങ്ക് റോബറിയാണ് നടന്നിരിക്കുന്നത്. അങ്ങനെയും ആ വാർത്തയെ പറയുകയാണ്. ആ വാർത്തയുടെ വലിപ്പം പെട്ടെന്ന് തന്നെ ആ ടാക്സി ഡ്രൈവറിന്റെയും ആ വനിതാ എക്സിക്യൂട്ടീവിന്റെയും മനസ്സിലേക്ക് അങ്ങ് പതിഞ്ഞു. ശരിക്കും ഫ്ലാഷ് ന്യൂസുകളും വലിയ വാർത്തകളായിട്ട് മാറുകയാണ്. 48 മില്യൺ യുവാന്റെ ബാങ്ക് റോബറിയാ നടന്നിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ രൂപയിൽ 48 കോടി രൂപയുടെ ബാങ്ക് റോബറി. ശരിക്കും ഒരു വൻ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ആ കൊള്ള നടത്തിയ വ്യക്തിയാണ് അവിടെ കാർ വാങ്ങാനായി വന്നു നിൽക്കുന്നത്. ആ വിവരം ഉടൻ തന്നെ ആ പെൺകുട്ടി മാനേജറുടെ ശ്രദ്ധയപ്പെടുത്തി. മാനേജറും ടാക്സി ഡ്രൈവറും ആ എക്സിക്യൂട്ടീവും ആ ക്യാബിൽ നിന്നുകൊണ്ട് പുറത്ത് കാറിന് ചുറ്റും നടന്ന് കാറിനെ നോക്കുന്ന റെന്നിനെ അല്പനേരം ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് ഉടൻ തന്നെ പോലീസിനെ വിളിച്ചു. സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിഞ്ഞതും അവിടെ നിന്ന് അതിവേഗം പോലീസ് സംഘം അവിടെ എത്തി. അവൻ യഥാർത്ഥത്തിൽ മനസ്സുകൊണ്ട് ആ കാറ് വാങ്ങി കഴിഞ്ഞിരുന്നു. ആ കാറിനകത്ത് കയറി അതിൻ്റെ ഓരോ ഫീച്ചേഴ്സൊക്കെ അവൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശരിക്കും കാറിനെയും അവനെയും ആ പോലീസ് അങ്ങ് വളഞ്ഞത്. പോലീസ് അവനെ കാറിനകത്തുനിന്ന് പുറത്തിറക്കി. റെന്നിനെ അറസ്റ്റ് ചെയ്ത പോലീസ് അതേ സമയത്ത് തന്നെ മായയും മറ്റു സ്ഥലത്ത് പോക്കി. അവരെ പരിശോധിച്ചപ്പോൾ പോലീസിന് അവരുടെ ബാഗിൽ നിന്ന് 5.5 മില്യൺ യുവാൻ തിരിച്ചു കിട്ടി. യഥാർത്ഥത്തിൽ ആദ്യത്തെ 36 മില്യനും അവർ ലോട്ടറി വാങ്ങിച്ചിരുന്നു. രണ്ടാമത് എടുത്ത 12 മില്യണിൽ അവര് 6 മില്യൺ യുവാൻ മാത്രമാണ് മുടക്കിയത്. അവർക്ക് ആദ്യത്തെ ആ 36 മില്യണിൽ ഒരു സമ്മാനവും അടിക്കാത്തതിൽ ഒരു സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് രണ്ടാമത് എടുത്തതിന്റെ പകുതി മാത്രം അവർ ലോട്ടറി വാങ്ങാൻ ഉപയോഗിച്ചത്. ബാക്കി പണം 6 മില്യൺ അവരുടെ കയ്യിലുണ്ടായിരുന്നു. രണ്ടുപേരും 3 മില്യൺ വീതം വെച്ചിരുന്നു. അപ്പോഴാണ് 1 മില്യൺ കൂടി അവർക്ക് സമ്മാനം കിട്ടിയത്. ഫലത്തിൽ അവരുടെ കൈവശം 7 മില്യൺ ഉണ്ടായിരുന്നു. ആ 7 മില്യണിൽ നിന്ന് കുറച്ച് ലോട്ടറിക്ക് മുടക്കി, കുറച്ച് ചെലവാക്കി, ബാക്കി ഉണ്ടായിരുന്ന 5.5 മില്യനാണ് അവരുടെ രണ്ടുപേരുടെയും ബാഗിലായി പോലീസിന്റെ കൈ കിട്ടിയത്. അവരെ ഹെബിയിൽ കൊണ്ടുവന്നു. അതിവേഗമായിരുന്നു വിചാരണ. വിചാരണ കഴിഞ്ഞ് 5-ന്റെ അന്ന് ഫയറിംഗ് സ്ക്വാഡ് അവർ രണ്ടുപേരും പരസ്യമായി വെടിവെച്ചു കൊന്നു. ചൈനയിൽ കുറ്റം ചെയ്യുന്ന ആളുകളെ ശിക്ഷിക്കുന്നതിന് വൻ വേഗതയാണ്. ശരിക്കും ജീവിത പ്രാരാബ്ധത്തിൽ നിന്ന് മറികടക്കാനായി ലോട്ടറി എടുക്കാൻ തീരുമാനിച്ച ആ റെന്നും മായും അവസാനം പണക്കാരനാകുന്ന സ്വപ്നം കണ്ടു തുടങ്ങിയിടത്തുനിന്നാണ് ഈ വലിയ കൊള്ള നടന്നിരിക്കുന്നത്. ആ കൊള്ള നടത്തിയ അവരുടെ അന്ത്യം മറ്റുള്ളവർക്ക് ഒരു പാഠം ആകത്തക്ക ശൈലിയിൽ തന്നെ ഫയറിംഗ് സ്ക്വാഡ് അവരെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. മാനേജറെയും ആ 2 സെക്യൂരിറ്റിക്കാരെയും ബാങ്ക് പിരിച്ചുവിട്ടു. അവർക്ക് 3 പേർക്കും കോടതി വിധിച്ചത് 5 കൊല്ലത്തെ കഠിന തടവാണ്. ശരിക്കും ഈ ബാങ്ക് കൊള്ളയടിക്കുക എന്നുള്ളത്
പല ആളുകളുടെ ഒരു സ്വപ്നമാണ്. കേരളത്തെ മുഴുവൻ അമ്പരപ്പിച്ച ഒരു ബാങ്ക് റോബറി നടന്നത് ചേലാമ്പ്രയിലാണ്. ഒരു അടിപൊളി ത്രില്ലറാണ് ആ ചേലാമ്പ്ര ബാങ്ക് റോബറി എന്ന് പറയുന്നത്. ഞാനത് വിശദമായിട്ട് തന്നെ ഒരു വീഡിയോ ആക്കി ചെയ്തിട്ടുണ്ട്. താഴെ ലിങ്ക് ഉണ്ട്, ഒന്ന് കണ്ടു നോക്കുക. ഈ ബാങ്ക് റോബറികളുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.